സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശ്രീലളിതാംബികായൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ 17ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 18ാമത്തെ ശ്ലോകമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അതിൽ ആദ്യത്തെ മന്ത്രം ഏകദേശമൊക്കെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ദ്രഗോപ പരിക്ഷിപ്തസ്മരതൂണാഭജംഘിക. അത് ചൊല്ലുമ്പോ അക്ഷരങ്ങൾ തെറ്റരുത്. അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അക്ഷരം തെറ്റാതെ ചൊല്ലാൻ പറ്റും. ആദ്യമൊക്കെ നമുക്ക് തെറ്റുകൾ വരാം, എങ്കിലും അത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസമോ ആശാങ്കളരിയോ ഒന്നും ഇന്നില്ല. എന്തെങ്കിലുമൊക്കെ പറയാം. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരമൊക്കെ ഈ സംസ്കൃതം എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ്. ഇപ്പോഴത്തെ ഒരു ഫാഷൻ പോലെയാണ്. പക്ഷെ അതിൻ്റെതായ ഉച്ചാരണ ശുദ്ധി, കാരണം നമ്മുടെ ഋഷീശ്വരന്മാരുണ്ടാക്കിയിട്ടുള്ള സകലമാന കാവ്യങ്ങളും അല്ലെങ്കിൽ ഇതേപോലുള്ള ഇതിഹാസങ്ങളും ഒക്കെ പുരാണങ്ങളായാലും എല്ലാം വേദാർത്ഥങ്ങളെ ഉപനിഷത്ത് തത്വങ്ങളെ എല്ലാം മനസ്സിലാക്കി തരുന്ന കഥ പോലെയാണെങ്കിലും അതിലത്തെ ഓരോരോ അക്ഷരങ്ങളും ഓരോ പദങ്ങളും നാമങ്ങളും ശ്ലോകങ്ങളെല്ലാം ചൊല്ലിയാൽ തന്നെ പരിപൂർണമായ പരിരക്ഷണം, സമാധാനം, അഭിവൃദ്ധി, ആഗ്രഹ നിവൃത്തിയൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലും കൂടെ സങ്കല്പം ചെയ്തിട്ടാണ്. ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാലും ഓം നമഃ ശിവായ എന്ന് പറഞ്ഞാലും നിത്യം ജപിക്കുന്ന ഒരു മന്ത്രമായതുകൊണ്ട് ഒരു വില കാണില്ല നമുക്ക്. പക്ഷെ അതിൻ്റെയൊക്കെ എത്രയോ ഉയർന്ന തലമുണ്ട് അതിന് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന പലതും ഋഷീശ്വരന്മാർ തന്ന പല ശ്ലോകങ്ങളും മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഒക്കെ നമ്മളെ രക്ഷിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. അജാമിള മോക്ഷമൊക്കെ അതിന്റെ ഉദാഹരണമാണ് ഭാഗവതത്തില്. അതുകൊണ്ട് അതിലൊക്കെ എത്ര ഉയർന്ന സങ്കല്പത്തിലാണ് ലളിതാ സഹസ്രനാമം. അതിൽ ഓരോന്നും ഏകാക്ഷരി മന്ത്രം, ദ്വക്ഷരി മന്ത്രം, ത്രക്ഷരി മന്ത്രം, ചതുരക്ഷരി, പഞ്ചാക്ഷരി, ഷഡക്ഷരി, സപ്താക്ഷരി, അഷ്ടാക്ഷരി, നവാക്ഷരി തുടങ്ങിയിട്ടുള്ള അനേകം അക്ഷരങ്ങൾ ചിന്തിച്ചുകൊണ്ട് അത്രയും മന്ത്രങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കേണ്ടതുമാണ്. അതുകൊണ്ട് ഇവിടെ ചൊല്ലുമ്പോ നമ്മളൊരു ശ്ലോകത്തിലെ ഒരു വരി ചൊല്ലുമ്പോ ഏതെങ്കിലും ഒരു പുരാണമോ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തരും എന്നുള്ളത് സത്യമാണെങ്കിലും ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ കൂടി അക്ഷരങ്ങൾ തെറ്റിക്കാതിരിക്കുക, ഇനി അർത്ഥം മനസ്സിലായില്ലെങ്കിൽ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ആഗ്രഹം തന്നെ പറയാം, ആ തൊട്ട് ക്ഷ വരെ ശരിക്കും ചൊല്ലാനൊന്ന് പഠിക്കാം. നമ്മളെല്ലാം ഇതിലെ ഭൂരിപക്ഷം വരുന്നവരും ബ്രാഹ്മണ സമുദായത്തിലുള്ളവരാണ്, തന്ത്രിപര്യന്മാരുടെ കുടുംബത്തിൽ ജനിച്ചവരാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അവരെല്ലാം ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ പിടിവലയത്തിലാണ്. അതൊക്കെ ആയിക്കോട്ടെ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് പോലെ തന്നെ സംസാരിക്കണം. അത് സംസ്കൃതം പോലെ ആവാൻ പാടില്ല. സംസ്കൃതം പോലെ തന്നെ വേണം. അനുകരണം ഒഴിവാക്കി ഋഷീശ്വരന്മാര് പറഞ്ഞു തന്ന, പ്രത്യേകിച്ച് കേരളത്തിന്റെ പദ്ധതി എന്ന് വെച്ചാൽ മറ്റുള്ള ദേശങ്ങളെ പോലെയല്ല, അതിസ്ഫുടമാണത്. വിസർഗം എന്ന് പറഞ്ഞാൽ വിസർഗം തന്നെയാണ്. വിശേഷേണയുള്ള സൃഷ്ടി തന്നെ ഉണ്ടാക്കും വിസർഗം. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ആ നമ്പൂതിരിമാരുടെ രീതിയിൽ പഠിപ്പിക്കുന്ന വിദ്യ, അതിന്റെ രീതി, ഉച്ചാരണ ശുദ്ധി, അതിന്റെ സന്ധി, അന്വയം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതെല്ലാം മനസ്സിലാക്കിയാലും അതിന്റെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ അതിവിശിഷ്ടമായിട്ടുള്ള
സങ്കല്പങ്ങളെ അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കുന്നതായി മാറും. അതുകൊണ്ട് മന്ത്രമയമാണ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ ഓരോ ശ്ലോകങ്ങളും, ഓരോ ശ്ലോകത്തിലെ ഓരോ മന്ത്രങ്ങളും, ഓരോ അക്ഷരങ്ങളും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാഭജംഘിക, ആ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പലർക്കും അറിയാം, എങ്കിലും പഠിപ്പിക്കുമ്പോൾ അത് പറയണല്ലോ. അതിനർത്ഥം നമ്മൾ കണ്ടു. ഇന്ദ്രകോപം എന്ന ചുമന്ന പുഴു, മഴ കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ചിത്രമൊക്കെ ഗ്രൂപ്പിൽ കൊടുത്തിരുന്നു. അതിനാൽ ആവരണം ചെയ്യപ്പെട്ട കാമദേവന്റെ ആവനാഴി പോലെയാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ജംഘ. വ്യാഖ്യാതാക്കൾ പറയുന്നു പരമശിവനാണ് കാമദേവനെ ഭസ്മമാക്കിയത്. അതിന് പ്രതികാരം ചെയ്യുവാനായിട്ട് കാമദേവന്റെ ആവനാഴി ഭഗവതിയുടെ കാലിലെടുത്തു വെച്ചോ, ഭഗവതിയെ കൂട്ടുപിടിച്ചിട്ട് മഹാദേവനോട് യുദ്ധം ചെയ്യാണോ എന്നൊക്കെ അലങ്കാരത്തിലെ ഉപമയിലെ അല്ലെങ്കിൽ അതേപോലെ സങ്കല്പിച്ച് അനവധി വ്യാഖ്യാനങ്ങള് അക്കാര്യത്തിൽ. ശരീരത്തിലെ ഏറ്റവും ബലം വരേണ്ട ഒരു സ്ഥലമാണ്, മർമ്മപ്രധാന സ്ഥലമാണ് അത്. ഇവിടെ അതിമനോഹരമായ ചുമന്ന കാലമായതുകൊണ്ട്, പ്രത്യേകിച്ച് ചുമന്ന പട്ട് ധരിച്ചത് കൊണ്ടും അതിന്റെ ഡിസൈൻ എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കാം വശിന്യാദി വാഗ്ദേവതമാര് പറഞ്ഞത് ഇന്ദ്രഗോപം എന്ന പുഴുക്കൾ ചുറ്റും വട്ടം കൂടിയിരിക്കുന്ന. പിന്നെ ഇന്ദ്രഗോപം എന്നൊക്കെ അർത്ഥത്തിലേക്കൊക്കെ പോയാൽ വലിയ വലിയ അർത്ഥം. ഗോപം എന്ന് വെച്ചാൽ രക്ഷിക്കലാണ്. ഇന്ദ്രൻ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ദേവേന്ദ്രൻ എന്നുള്ള അർത്ഥമല്ല, ഇന്ദ്രിയം എന്നുള്ള അർത്ഥമുണ്ട്. 100 യാഗം ചെയ്താൽ ദേവേന്ദ്രനാവാം. പിന്നെ അതിന്റെ പുണ്യം തീരുമ്പോൾ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, വീണ്ടും ഈ മർത്യലോകത്ത് ജനിക്കേണ്ടി വരുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും അമ്മയുടെ കണങ്കാല് വേറെ ഒന്നിനോട് ഉപയോഗിക്കാൻ വശിന്യാദി വാഗ്ദേവതമാർക്ക് പറ്റിയില്ല. പൂർണ്ണമായിട്ടും കാമദേവന്റെ ആവനാഴിയാണോ എന്ന് തോന്നുമാറുള്ള അതിദൃഢവും അതിമനോഹരവും ചുമ എന്നുള്ള 2 ആവനാഴികളാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ജംഘയുള്ളവൾക്ക് നമസ്കാരം. അത് നമ്മൾ കണ്ടു. അതിലെ ഒരു മന്ത്രം അത്. ഇനി 2 മന്ത്രവും കൂടെ ഉണ്ട് ആ 18ാമത്തെ ശ്ലോകത്തില്. അത് ഗൂഢഗുൽഫ എന്നാണ്. ഞാൻ പറഞ്ഞു ഗൂഢ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ കേരളത്തിൻ്റെതായ ഒരു നമ്പൂതിരി സമ്പ്രദായത്തിൽ തന്നെ പറയാം, ഒരു ല് എന്ന് ഇടയ്ക്ക് കയറി വരും. ഗൂഢ എന്ന് വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ ഉച്ചാരണത്തിൽ വരേണ്ടതാണ്. അതിപ്പോ എനിക്ക് ഇതില് അങ്ങനെ പറഞ്ഞു തരാൻ സാധ്യമല്ല, അറിയുന്നവരോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കണം. എന്തായാലും ഗൂഢ ആ ഠായാണ്. അപ്പൊ ഗൂഢം എന്ന് വെച്ചാൽ വളരെ രഹസ്യമായത്, അതായത് കാണാൻ സാധിക്കാത്തത്, ഒളിപ്പിച്ചു വെച്ചത് എന്നൊക്കെ അർത്ഥം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗൂഢം, അല്ലെ? ഗൂഢാലോചന എന്നൊക്കെ നമ്മൾ കേട്ടത്. പക്ഷെ നമ്മൾ അതൊക്കെ പറയുമ്പോ ഗൂഢാന്ന ചൊല്ലാറുള്ളത്, ഗൂഢമാണ്, ഗൂഢാലോചന അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു അക്ഷരം പോലും നമുക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പോ ഗുൽഫം എന്നാണ്. ഗുൽഫയുള്ളവൾ. എന്താണ് ഗുൽഫം? ഗുൽഫം എന്ന് വെച്ചാൽ നമുക്കൊക്കെ ഉള്ളതാണത്. കാലിന്റെ ആ പാദവും ഈ കണങ്കാലും ജംഘയും കൂടെ ചേരുന്ന ആ ഒരു ചേർക്കുന്ന ഒരു സ്ക്രൂ പോലെ 2 വശത്തായിട്ട്, ഇടതുകാലിൽ ഇടതുവശത്തും വലതുവശത്തും ഉപ്പൂറ്റിയുടെ തൊട്ട് മുകളിലായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു എല്ലുണ്ട്. അതിനാണ് ഗുൽഫം എന്ന് പറയുന്നത്. അതുപോലും വ്യാഖ്യാനിച്ചിരിക്കുകയാണ് വശിന്യാദി വാഗ്ദേവതമാർ. അതുകൊണ്ട് പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പ്രത്യേകിച്ച് ഗുണമില്ല. പക്ഷെ ഗൂഢഗുൽഫായ നമ എന്നൊരു 1000 പ്രാവശ്യം ചൊല്ലി നോക്കും, അപ്പൊ മനസ്സിലാവും അതിന്റെ ഗുണം. അപ്പൊ അതുപോലെ ഗുൽഫയുള്ളവൾ, അത് പ്രത്യേകിച്ച് പറയാനല്ലോ. ഗുൽഫ എല്ലാവർക്കും ഇല്ലേ? ഞെരിയാണി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അമ്മയുടെ ഗുൽഫ എന്ന് പറയുന്ന, ആ ഗുൽഫം എന്ന് പറയുന്ന അത്രയും ദൃഢ, നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാം, വളരെ എല്ലാണ്. എല്ലിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയാണ്. തൊട്ട് കഴിഞ്ഞാൽ ഈ സാധാരണ പൂജയ്ക്കൊക്കെ 24 മണിക്കൂറും പൂജയായിട്ട് ചമ്രം പറഞ്ഞിരിക്കുന്നവർക്ക് അവിടെ ഒരു തഴമ്പാവും. വേറെ ഏറ്റവും കൂടുതൽ തള്ളി നിൽക്കുന്നതിന് അവിടെയാണ് ഭൂസ്പർശം വരിക. കറുത്ത് ഇങ്ങനെ തഴമ്പ് പോലെ വരും. ആ ഒരു ഭാഗം അമ്മയ്ക്ക് ഇല്ല എന്നല്ല പറഞ്ഞത്, ഗൂഢമാണ്, വളരെ രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതെന്താ പോലും എന്ന് ചിന്തിക്കാം. അതിന് വ്യാഖ്യാതാക്കളെല്ലാം പറഞ്ഞിരിക്കുന്നത് അത്രയും മാംസളമാണ് അമ്മയുടെ പാദം. അതുകൊണ്ട് അത്രയും മാംസളമായതുകൊണ്ട് ആ ഭാഗത്തേക്ക് അമ്മയുടെ കണങ്കാലാണെങ്കിലും ശക്തമാണെങ്കിലും
നെര്യാണിയൊക്കെ ഉണ്ടെങ്കിലും മാംസളമായ ഭാഗം കൊണ്ട് അത് ഒളിപ്പിച്ചു വച്ചതാണ്. കാരണം പശുന്യാദി വാഗ്ദേവതമാര് നോക്കുമ്പോ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെ നെര്യാണി കാണുന്നില്ല. അവിടെ നല്ല മനോഹരമായിട്ട് നല്ല കൊച്ചു കുട്ടികളുടെയൊക്കെ പാദങ്ങൾ കണ്ടിട്ടില്ല. അവിടെ ഈ നെര്യാണി ഒന്നും കാണാൻ പറ്റില്ല. അങ്ങ് അവിടെയൊക്കെ പതുന്നായിരിക്കും, പഞ്ഞി പോലെ. മാംസളമായതിനാൽ നെര്യാണികൾ കാണില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആ ഒരു മനോഹാരിത കാണിക്കാനാവാം നെര്യാണി ഇല്ലാത്തവൾ എന്നല്ല പറഞ്ഞത്, ഗൂഢഗുൽഫ. ഗുൽഫത്തിനൊക്കെ പല അർത്ഥങ്ങൾ തേടിപ്പോയി കഴിഞ്ഞാൽ എന്താണ്, പക്ഷെ ഇവിടെ ശരീരത്തിന്റെ വർണ്ണനയാണ്, സ്ഥൂലപരമായ ശരീരത്തിന്റെ വർണ്ണന ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറി അതിന്റെ അർത്ഥതലങ്ങളിലേക്കൊന്നും പോകണ്ട. ഒരു വ്യാഖ്യാനം, ഒരു പുസ്തകം കണ്ടു, ലളിതാ സഹസ്രനാമത്തിന്റെ ഒരു ഭക്തിയും വരാത്ത രീതിയിലുള്ള വേദാന്ത കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു വ്യാഖ്യാനം എന്റെ കയ്യിലുണ്ടത്. പക്ഷെ അത് നമുക്ക് എത്രയായാലും സാധാരണ ജനങ്ങളോട് അത് പറഞ്ഞു മനസ്സിലാക്കാൻ സാധ്യമല്ല. നമ്മൾ അമ്മയെ എങ്ങനെ കണ്ട് അമ്മയുടെ തുടയുടെ ഭാഗം കണ്ടു, മുട്ട് കണ്ടു, കണങ്കാല് കണ്ടു, പാദത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഒരു നെര്യാണി ഉണ്ടല്ലോ, അത് കാണും. എന്തായാലും ഒരു മനുഷ്യന്റെ ഈ അംഗലക്ഷണ തിലകത്തിലൊക്കെ അത് വളരെ പ്രാധാന്യമുണ്ട്. കാലിന്റെ പൊക്കം, വളവ്, വിരലുകള്, ഇതൊക്കെ നോക്കിയിട്ട് സ്വഭാവം പോലും പറയാൻ പറ്റും. ഇവിടെ അമ്മയുടെ ആ ഒരു ശക്തമായിട്ടുള്ള നെര്യാണി ഭാഗം മാംസളമായ ഭാഗം കൊണ്ട് മൂടിയിരിക്കുന്നതുകൊണ്ട് ആ ഗുൽഫത്തെ അമ്മ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവൾക്ക് നമസ്കാരം, ഗൂഢഗുൽഫ. അതിനുശേഷമാണ് ഈ കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രപദ അന്വിത, അതായത് അമ്മയുടെ പാദത്തിലേക്ക് വരുന്നത്. അപ്പൊ കണങ്കാലിന്റെയും പാദത്തിന്റെയും ഇടയില് അത് ജോയിൻ ചെയ്തിട്ടുള്ള, അത് ഈ എല്ല് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അത് ഇടതുഭാഗത്ത് മാത്രമല്ല, നമ്മുടെ കാലിന്റെ ഓരോ കാലിന്റെ ആ പാദത്തിന്റെ രണ്ട് സൈഡിലേക്കും അത് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് കാണാത്തത് കൊണ്ട് അമ്മ ഗുൽഫം മാംസളമായ ഭാഗം കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയാതെ ഗൂഢമാക്കി വെച്ചിരിക്കുന്നു. അത് അമ്മയുടെ മാത്രം ഒരു, അതായത് എത്ര അമ്മയ്ക്ക് സാധാരണ ലളിതാ ത്രിപുര സുന്ദരിക്ക് എത്ര വയസ്സ് എന്ന് ചോദിച്ചാൽ 16 വയസ്സ് എന്നാ പറയാം. ബാലാദേവിക്ക് 9 വയസ്സെന്നാ. നമ്മൾ വിചാരിക്കും നമ്മുടെ 16 വയസ്സെന്നാണ്. നമ്മുടെ അല്ല, ആ തലത്തിൽ 16 വയസ്സാണ്. ആ 16 വയസ്സ് ചിന്തിക്കണമെങ്കിൽ ബ്രഹ്മാവിന്റെ ഒരു പകലൊക്കെ ചിന്തിക്കണം. ഇപ്പൊ നമ്മൾ ചിന്തിച്ചാൽ ബ്രഹ്മാവിന്റെ ഒരു പകല് പോലും തീർന്നിട്ടില്ല, ബ്രഹ്മാവ് ജനിച്ചതിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബ്രഹ്മാവിന്റെ ഒരു പകല് എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 മന്വന്തരാണ്. നമുക്ക് 12 12 24 ഇവിടെ 14 14 28ആണ്. നമ്മുടെ കണക്ക് പറയല്ല. 14 മന്വന്തരങ്ങൾ കഴിയുമ്പോഴേ ഒരു ബ്രഹ്മാവിന്റെ ഒരു പകൽ കഴിയും, പിന്നെ രാത്രിയാണ്. ആ പകലിലെ മന്വന്തരം എന്താണ്? ഹൃദയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനത്തെ 4 യുഗങ്ങൾ ചേരുമ്പോഴാണ് ചതുർയുഗം. അങ്ങനെ 72 ചതുർയുഗം കഴിയുമ്പോഴാണ് ഒരു മന്വന്തരം. അതിൽ ഏതോ ഒരു മന്വന്തരത്തിലെ ഒരു കലിയുഗത്തിലാണ് നമ്മള്. അത് വലിയൊരു കണക്കാ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബ്രഹ്മാവിന്റെ 120 വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ എത്ര കോടിക്കണക്കിന് ജനിച്ചു മരിച്ച് വന്നിട്ടുണ്ടാവും. ഒരു പകല് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് വൈവസ്വത മന്വന്തരേ എന്നൊക്കെ ദേവി മഹാത്മ്യത്തിൽ പല പല മന്വന്തരത്തിനൊക്കെ പറയുന്നത്. ആ ഒരു മന്വന്തരത്തിൽ നടന്നത് എത്രയോ ഹൃദയങ്ങളും എത്രയോ ത്രേതായുഗങ്ങളും എത്രയോ ദ്വാപരയുഗങ്ങളും കലിയുഗങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു കലിയുഗം അല്ല. അങ്ങനെ അനേകം 72 ചതുർയുഗം കഴിയുമ്പോഴേ 14 ഒരു ഭാഗം കഴിയും. അതൊക്കെ ദേവി മഹാത്മ്യത്തിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ആ വയസ്സ് നോക്കും, 16 വയസ്സെന്ന് പറഞ്ഞാൽ സാക്ഷാൽ നമ്മുടെയൊക്കെ ചോദിച്ചാൽ ഒരു രീതി വെച്ച് നോക്കിയാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തായാലും ആ അമ്മ എന്നാ വിളിക്കുന്നത് അല്ലെ, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവളാണ്. അങ്ങനെയുള്ള ആ അമ്മയുടെ പാദത്തിന്റെ മനോഹാരിത ഇപ്പൊ ജനിച്ച കുട്ടിയെ പോലെ തന്നെ വളരെ മാംസലാണ്. തൊട്ട് നോക്കിയാൽ, ഞെക്കി നോക്കിയാൽ ചിലപ്പോൾ അകത്ത് മെരിയാനുണ്ട് എന്ന് അറിയാൻ പറ്റുമായിരുന്നു. എനിക്ക് ഒരു അനുഭവം ഉണ്ട്, അത് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ എത്ര പേർക്ക് അത് ഇഷ്ടാവും, എത്ര പേർക്ക് അത് ഇഷ്ടാവില്ല എന്ന് എനിക്ക് അറിയില്ല. കാരണം അനുഭവം ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തമാണ്. എന്നെ ഈ ലളിതാ സഹസ്രനാമത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്, അതായത് സഹസ്രനാമം ജപിക്കാറുണ്ട് പണ്ടും അച്ഛൻ പറഞ്ഞതും അല്ലെങ്കിൽ തന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ചിട്ടൊക്കെ ലളിതാ സഹസ്രനാമം കൽപ്പുഴ നമ്പൂതിരിപ്പാടിന്റെ കൂടെ ഇരുന്ന് പഠിച്ചത് കൊണ്ട് അതൊരു ഉപാസനാക്രമമായിട്ട് സാധാരണ നമ്മളൊക്കെ ചെയ്യാറുന്ന പോലെ ചെയ്യാറുണ്ടെന്നല്ലാതെ ലളിതാ സഹസ്രനാമം
വ്യാഖ്യാനിക്കാൻ എന്നോട് ആദ്യമായി ആവശ്യപ്പെട്ടത്, നിങ്ങൾക്ക് ഇതിൽ എത്ര പേർക്ക് അതിൽ വിശ്വാസം ഉണ്ടെന്ന് അറിയില്ല, എന്റെ വിശ്വാസം ദൃഢമായതുകൊണ്ട് എവിടെ പറയാറുണ്ട് ഞാൻ, വള്ളിക്കാവിലെ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയാണ്. എനിക്ക് ശ്രീവിദ്യ ഉപദേശം പൂർണ്ണദീക്ഷ അമ്മയാണ് തന്നത്. അതുകൊണ്ടൊക്കെ എനിക്ക് എന്റെ ഗുരു, അത് ഞാൻ മറ്റുള്ളവർക്ക് എങ്ങനെയാണെങ്കിലും പലരും പറയുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിക്കുന്നിടത്തോളം ജീവനക്കാലം ഉപരിയാണ് വിശ്വാസം. അപ്പൊ ആ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ലളിതാ സഹസ്രനാമം ആദ്യമായിട്ട്, ഈ വ്യാഖ്യാനമൊക്കെ ഇങ്ങനെ പറയാൻ തന്നെ കാരണം, പള്ളിക്കാവ് ആശ്രമത്തിൽ 5 വർഷം ഞാൻ ബ്രഹ്മചാരിയായിരുന്നു. ആ സമയത്ത് ഞാൻ തന്ത്രവിദ്യാപീഠത്തിൽ നിന്ന് ചെന്നതുകൊണ്ട് എനിക്ക് ശാസ്ത്രം അറിയാം, തന്ത്രം അറിയാം, സംസ്കൃതം അറിയാം എന്നുള്ളത് കൊണ്ട് അവിടെയുള്ള അനവധി 10,000-ഓളം ഇൻമേറ്റ്സിൽ നിന്നും സഹസ്രനാമം ശരിക്കും ഉച്ചാരണ ശുദ്ധി ഇല്ലാതെ ചൊല്ലുന്നുകൊണ്ടും അതിന്റെ അർത്ഥം അറിയാതെ ചൊല്ലുന്നുകൊണ്ടും അമ്മ എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ 9 തൊട്ട് 10 മണി വരെ ആ ഹാളില് ലളിതാ സഹസ്രനാമത്തിന്റെ ഓരോ മന്ത്രങ്ങളും പഠിപ്പിക്കണം, അർത്ഥം പറഞ്ഞു കൊടുക്കണം, ചൊല്ലാൻ പഠിപ്പിക്കണം. അങ്ങനെ ഒരാൾ പറയുമ്പോഴാണല്ലോ, ഇപ്പൊ ശ്രീരാമേട്ടനൊക്കെ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ലളിതാ സഹസ്രനാമം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയ ആ കാലഘട്ടത്തില് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും പഠിപ്പിക്കണം. അപ്പോ തലേ ദിവസം ഇരുന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ചില പുസ്തകങ്ങളെ ലൈബ്രറി ഉണ്ട്, അവിടെയൊക്കെ എടുത്തു നോക്കി എല്ലാം ഇങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ വന്ന സമയത്ത് ഈ ഒരു മന്ത്രം വന്നു. അവിടെ മറ്റുള്ളവരുടെ കാര്യം അറിയില്ല, അവിടെയുള്ളവരുടെ എല്ലാവരുടെയും സങ്കല്പം സാക്ഷാൽ ത്രിപുര സുന്ദരിയാണ് മാതാ അമൃതാനന്ദമയി ദേവി എന്ന രീതിയിലാണ് അത്. ഓട്ടൂരുണ്ട് ഞാൻ പുതിരിപ്പാടൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ധ്യാന ശ്ലോകം ഉണ്ടാക്കി, സാക്ഷാൽ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ധ്യായാമോ ധവളാവകുണ്ഠനവധി എന്ന് പറഞ്ഞിട്ട് ധ്യാന ശ്ലോകം ഉണ്ടാക്കിയിട്ട് 800 പോലും ഉണ്ടാക്കി. അത് സാധാരണ ഒരാളല്ല ഉണ്ടാക്കിയത്, ഭാഗവത ഹംസമായിട്ടുള്ള ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടാണ്. ഉണ്ണി നമ്പൂതിരിപ്പാട് അവിടെ കിടന്നിട്ടാണ് സമാധിയായത്, മരിച്ചത്. അമ്മയുടെ മടി കിടന്നുകൊണ്ടാണ് മരിച്ചത്. അപ്പൊ അത്രയ്ക്ക് അതൊക്കെ കേട്ടിട്ടാണ് നമ്മളൊക്കെ പോകുന്നത്. അപ്പൊ അത്രയ്ക്കും അമ്മ, കാരണം ദേവതാഭാവത്തെക്കാളും ഉയർന്നതാണ് സാക്ഷാൽ പരമഹംസപദം അല്ലെങ്കിൽ ഗുരുഭാവം. അത് അവനവന്റെ ഗുരു എന്ന് പറയുന്ന എല്ലാ ഗുരുക്കന്മാരെക്കാളും വലുതാണ്. അത് അങ്ങനെ വേണം എല്ലാവരും ചിന്തിക്കാൻ. അങ്ങനെ ഞാൻ ഒരു ദിവസം എഴുതുമ്പോ ഇന്ദ്രകോപ പരിക്ഷിപ്ത സ്മരതൂണാപജംഘിക, നല്ല ദിവസം രാത്രി ഇരുന്ന് ഞാൻ എഴുതാണ്. അപ്പൊ അത് ഞാൻ അമ്മയുടെ കലങ്കാലൊന്നും കണ്ടിട്ടില്ല. ദേവിയെ കുറിച്ചുകൊണ്ട് പറയാം, പക്ഷെ പിന്നെ അങ്ങനെ ഒരു അമ്മയ്ക്ക് അത് ഉണ്ടാവുമോ, അല്ലെ അമ്മയുടെ കാലം അങ്ങനെ ആവതാഴി പോലെ ആയിരിക്കും. നമ്മൾ ചിന്തിക്കുമല്ലോ, സാധാരണ മനുഷ്യനെ പോലെ ചിന്തിക്കാം, റൂമിലിരുന്ന് ചിന്തിക്കുകയാണ്. അടുത്ത മന്ത്രമാണ് ഗൂഢഗുൽഫ എന്നുള്ള മന്ത്രം. അപ്പോ ഞാൻ ഈ ഗൂഢഗുൽഫ എന്ന് പറഞ്ഞപ്പോ നെരിയാണി മാംസളമായ ഭാഗം കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നതാണ് ദേവി എന്ന് കണ്ടു. അപ്പൊ പാദത്തിൽ എന്നും നമസ്കരിക്കുന്നതാണ് ഞാൻ. എല്ലാ ബ്രഹ്മചാരികളും അല്ലെങ്കിൽ ഭക്തന്മാരൊക്കെ നമസ്കരിക്കുന്നതാണ്. നമ്മുടെ കാലം വളരെ പതുപതുന്നാണ്, അത് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഞെരിയാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോ വള്ളിക്കാവ് ആശ്രമത്തിലെ ഇൻമേറ്റ്സിന് ക്ലാസ് എടുക്കുമ്പോ അമ്മയുടെ ആ ഒരു ഭാവം തന്നെ, സാക്ഷാൽ ത്രിപുരസുന്ദരിയുടെ എല്ലാ സാഗുണ്യഭാവവും എല്ലാം അമ്മയ്ക്കുണ്ട് എന്ന് പറയുമ്പോഴാണല്ലോ പ്രഭാഷണത്തിന് ഒരു ശക്തി ആ സന്നിധാനത്ത് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഞാൻ അമ്മയുടെ ഭക്തനായതുകൊണ്ട്. അപ്പൊ ഞാന് അങ്ങനെയൊന്നും വരില്ല, മനുഷ്യ സ്ത്രീ അല്ലേ, കാല് എന്തൊക്കെയായാലും നമ്മള് അവിടെ ഞെരിയാണേക്ക് ഉണ്ടാവും, എനിക്കും ഉണ്ടല്ലോ. ഞാനൊക്കെ എന്റെ ആ സമയത്ത് ഞാൻ രാത്രി എന്റെ കാലിലൊക്കെ തൊട്ട് നോക്കി. അപ്പൊ പിറ്റേ ദിവസം 9 മണിക്ക് ക്ലാസ് ആണ്. ഇത് എന്റെ മുറിയിൽ ഞാൻ ചിന്തിക്കുക, രാത്രി ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഒരു ബ്രഹ്മചാരി വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ വിളിക്കുന്നുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ രാത്രിയോ? അമ്മ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു, മാധവസ്വാമിയോട് എന്തോ സംസാരിക്കണം. ഞാൻ വേഗം കേട്ട വഴി, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടത്, ചെല്ലുമ്പോ നമസ്കരിക്കുമ്പോ കാലിൽ നന്നായിട്ടൊന്ന് പിടിച്ചാൽ ഞെരിയാണി ഉണ്ടോന്ന് അറിയാലോ. എന്റെ പൊട്ട ബുദ്ധിയാണ്, അങ്ങനെയൊക്കെ അങ്ങനെ സംഭവിക്കാനേ പോകുന്നില്ല. പക്ഷെ അവിടെ ചെന്നു, അമ്മ വാട മോനെ, അമ്മ നിലത്തിരിക്കുകയാണ്. കാലിങ്ങനെ ചമ്പടം പറഞ്ഞിട്ടല്ല, ഒരു കാലിങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ വെച്ച് ചെരിഞ്ഞ് കൈ കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ശരിക്ക് അമ്മ അങ്ങനെ ഇരിക്കാറില്ല. ഞാൻ അടുത്തിരുന്ന് നമസ്കരിച്ചു. എന്താ അമ്മയെന്ന് എന്തൊക്കെയുണ്ട് കുറെ കാര്യങ്ങളൊക്കെ ആശ്രമത്തിന്റെയും പഠിപ്പിക്കുന്നതിന്റെ കാര്യവും വേറെ ചില കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തില് അമ്മയുടെ കയ്യ് അമ്മയുടെ മടക്കി വെച്ചിരിക്കുന്ന കാലിന്റെ വലത്ത് ഭാഗത്തായിട്ട് ഇങ്ങനെ ആ കാലിന്റെ പാദത്തിൽ ഇങ്ങനെ അമ്മ ഇങ്ങനെ ഞെക്കുന്നുണ്ട്. കാല് വേദന എടുക്കുമ്പോൾ നമ്മൾ ഞെക്കാറുണ്ട്.
അതുപോലെ അവിടെ ഇങ്ങനെ ഞെക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞു, എടാ എനിക്കിത് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തു പറ്റി അമ്മേ? അമ്മയ്ക്ക് എല്ലാം ഉണ്ടെന്നാ നമ്മൾ പറയാം. എന്താണെന്ന് ചോദിച്ചു. അല്ല എടാ എനിക്കിവിടെ ഇല്ല, എന്താണെന്ന് പറയുന്നില്ല. അപ്പൊ ഞാൻ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ അവിടെ അമ്മയെ സഹായിക്കുന്ന ഒരു ബ്രഹ്മചാരിണി ഉണ്ട്, അവരെ വിളിച്ച് നിന്റെ കാല് കാണിക്കുന്നു. അവളുടെ കാല് കാണിച്ചിട്ട് അവിടെ ഈ ഞെരിയാണി ഭാഗത്ത് തൊട്ട് നോക്കി. നിനക്കുണ്ടല്ലോ, എനിക്കിതില്ലല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ഒരു വെപ്രാളത്തോടെയാണ് എന്റെ കാല് കാണിക്കാൻ പറഞ്ഞു. എന്റെ കാലും അമ്മ തൊട്ട് നോക്കി, നിനക്കും ഉണ്ടല്ലോ, എനിക്കതില്ലല്ലോ. അപ്പോൾ നോക്കിയപ്പോഴാണ് ആ ഞെരിയാണി ഉണ്ട്, തൊട്ട് നോക്കിയാൽ അറിയാം, വളരെ മാംസളായിട്ട് ഭാഗം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. രണ്ട് ഭാഗവും, രണ്ട് കാലും. അപ്പൊ ഞാൻ അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു, ഗൂഢഗുൽഫ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്നെ എന്തിനാ വിളിച്ചത്, എന്തിനാടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഗൂഢഗുൽഫ ഗൂഢഗുൽഫ എന്ന് പറഞ്ഞിട്ട് അതൊന്നും തെളിച്ച് പറയാതെ എന്നെ അവിടുന്ന് പെട്ടെന്ന് പറഞ്ഞു വെച്ചു. ഞാൻ അങ്ങനെ തന്നെ ഈ അനുഭവം ക്ലാസ് എടുക്കുകയും ചെയ്തു. ഇത് ഞാൻ പറയാൻ കാരണം, മഹാത്മാക്കള് ഏതൊരു ഉപാസനാ തലത്തിലാണോ ആ ഉപാസനാ തലത്തിൽ നിന്നുകൊണ്ട് ദീക്ഷയൊക്കെ തരുന്ന സമയത്ത് ആ ഗുരുനാഥനെ ഈശ്വരനായിട്ട് കാണുന്ന ഒരു അവസ്ഥയിൽ വരുമ്പോഴേ അങ്ങനെ ആവില്ല എന്നൊരു ശിഷ്യൻ ചിന്തിച്ചാൽ ആണ്, അല്ലെ? രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിട്ടില്ലേ, ത്രേതായുഗത്തിൽ ശ്രീരാമനായും ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായും ജനിച്ച അദ്ദേഹം തന്നെയാണ് ഈ കലിയുഗത്തിൽ ശ്രീരാമകൃഷ്ണനായി ജനിച്ചത് എന്നൊക്കെ വിവേകാനന്ദ സ്വാമികളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഗൂഢഗുൽഫ എന്നുള്ളത് നമുക്ക് നെറ്റിൽ നോക്കിയാലോ വേറെ എവിടെ നോക്കിയാലോ എന്നൊക്കെ എങ്ങനെ അറിയാമെന്നേ ഉള്ളൂ. പക്ഷെ അറിയണമെന്നുണ്ടെങ്കിൽ സാക്ഷാൽ അമ്മയുടെ അടുത്ത് പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ പോയി അമ്മയെ നമസ്കരിച്ചാൽ നെരിയാണെന്ന് തൊട്ട് നോക്കണം. അങ്ങനെ ആ ഗൂഢഗുൽഫ എന്നുള്ള മന്ത്രം പറയുമ്പോഴൊക്കെ ഞാൻ അത് ശ്രദ്ധിക്കും. അത് ചിലപ്പം ഉണ്ടാവുമായിരിക്കാം, എനിക്ക് ആ സമയത്ത് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ മറച്ചതാവാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആവാം, പിന്നീട് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ഗൂഢഗുൽഫ മാംസളമായ ഭാഗം കൊണ്ട് മറച്ചിട്ടുള്ള നെരിയാണി, അതോട് കൂടിയവർ നെരിയാണി ഉണ്ടെന്ന് തന്നെയാണ്, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. അത്രയും മാംസളമാണ് അമ്മയുടെ പാദങ്ങൾ എന്നർത്ഥം. അപ്പൊ ഗൂഢഗുൽഫ, അപ്പൊ അമ്മയുടെ കണങ്കാല് കഴിഞ്ഞാൽ പാദത്തിന്റെ രണ്ട് സൈഡും കാണണം എന്ന് വശിന്യാദി വാഗ്ദേവതകൾ നമ്മളെ ഓർമ്മിപ്പിക്കുക. വെറുതെ ഇങ്ങനെ പാദം എന്ന് പോരാ, കണങ്കാല് ഇങ്ങനെ കണ്ടുവന്ന് ആ കാലിന്റെ രണ്ട് സൈഡിലുള്ള ഞെരിയാണി നോക്കണം. അവിടെ ഇല്ല, അവിടെ മാംസലാണ്, കാണാനൊന്നും പറ്റില്ല എന്നുള്ള ഭക്തിയിലേക്ക് പോകുമ്പോഴേ നമുക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂ. അടുത്തത് നമുക്ക് എന്താണ്, ആ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രപദമാണ്, അതായത് പാദത്തിന്റെ പുറം ഭാഗം, ഉപ്പുറ്റി അടിഭാഗമല്ല, പുറം ഭാഗമാണ്. നമുക്കതറിയാം, അതിങ്ങനെ വളഞ്ഞ, ശരിക്കും അംഗലക്ഷണ തിലകത്തിലൊക്കെ സ്ത്രീകളുടെ പാദത്തിനൊക്കെ വളരെ വിശേഷം പറയുന്നുണ്ട്. അതങ്ങനെ വളഞ്ഞിരിക്കുന്ന മനോഹരമായി ചില പാദങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് നോക്കിയിരിക്കാൻ തോന്നും. അതുകൊണ്ട് ശ്രീപാദ കമലങ്ങൾ, ശരിക്കത് രണ്ട് പാദങ്ങൾ ചേർത്ത് വെച്ചാൽ താമരപ്പൂ പോലെയൊക്കെ ആവുന്ന പറയാം. അങ്ങനെയുള്ള പ്രപദത്തെ കുറിച്ച് പറയാണ്. എന്താണ് പ്രപദ അന്വിത, പ്രപദം കൊണ്ട് ചേർന്നവൾ. അപ്പൊ എന്താ പ്രപദത്തിന് ഇപ്പൊ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ജയിഷ്ണു പ്രപദാന്വിത, ജയിച്ച പ്രപദാണ്. പ്രപദം എന്ന് വെച്ചാൽ പാദത്തിന്റെ മുകൾ ഭാഗം എന്നർത്ഥം. അപ്പൊ മുകൾ ഭാഗം ഇല്ലാതെ പാദമില്ലല്ലോ. പക്ഷെ ആ പാദത്തെ വർണ്ണിക്കുകയാണ് വശിന്യാദി വാഗ്ദേവന്മാര്. എന്തിനെയോ ജയിച്ച പോലെയുണ്ട് ഈ പ്രപദം കണ്ടാൽ. എന്താണ്, എന്തിനെ ജയിച്ചതാണ്? പൃഷ്ഠജയിഷ്ണു പ്രപദാന്വിത, പുറം ഭാഗത്തെ ഏതിന്റെയോ ഒരു പുറം ഭാഗത്തെ ജയിച്ച് നിൽക്കുന്ന പോലെയുണ്ട് അമ്മയുടെ ആ വളഞ്ഞ പ്രപദം ഇങ്ങനെ കണ്ടാൽ. അത്രയും മനോഹരാണ്. അപ്പൊ അങ്ങനെ വളഞ്ഞത് എന്താ അവിടെ, അങ്ങനെ ഒരു വളഞ്ഞ പൃഷ്ഠം പുറകെടുക്ക കൂനുള്ളവർക്ക് അതല്ല, മനോഹാരിതയില്ല. വളരെ മനോഹരമായിട്ടുള്ള ഇങ്ങനെ പുറം ഭാഗം വളഞ്ഞത് എന്താവാം? കൂർമ്മം എന്ന് പറയുന്നു. കൂർമ്മം അറിയാലോ, ആമ എന്നർത്ഥം. അപ്പൊ കൂർമ്മത്തിന്റെ പൃഷ്ഠത്തെ ജയിച്ച പ്രപദംഗത്വം കൊണ്ട് അന്വിതയായവളാണ്. അപ്പോ കൂർമ്മ പൃഷ്ഠ ജയിഷ്ണു, കൂർമ്മത്തിന്റെ പൃഷ്ഠത്തെ ജയിച്ച പോലെയുള്ള പ്രപദാന്വിത. എന്താണ് കൂർമ്മ എന്ന് പറയാൻ കാരണം? അതിന് കൂർമ്മ പൃഷ്ഠം ചിന്തിച്ചു കഴിഞ്ഞാൽ അത്ര സോഫ്റ്റ് ഒന്നും അല്ല. അപ്പൊ പ്രപദം, ഈ ഗുൽഫം ഇത്ര സോഫ്റ്റ് ആണെങ്കിൽ അവിടെ സോഫ്റ്റ് ആവണ്ടേ? ശങ്കരാചാര്യരൊക്കെ പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ് ആയിരുന്നു എന്നാണ്.
സോഫ്റ്റ് അല്ലാതെ ആയതാണ്. അതുകൊണ്ടാണല്ലോ കൂർമ്മ എന്ന് പറഞ്ഞത്. അതെപ്പോഴാ ആയത്? സപ്തപതി വെച്ചപ്പോഴാത്രേ. അതായത് വേളി കഴിക്കുന്ന സമയത്ത് മഹാദേവൻ 7 പദം വെച്ചപ്പോ കാല് പിടിച്ചു. ആ മഹാദേവന്റെ ഹാർഡായിട്ടുള്ള ആ കൈകള് ആ പാദത്തിന്റെ മുകളിൽ പിടിച്ചത് കൊണ്ട് അവിടെ റഫായി പോയതാണ് എന്നൊക്കെ ശങ്കരാചാര്യരെ പോലുള്ള മഹാത്മാക്കൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് അത്രയും മനോഹരമാണ് എന്ന് മാത്രമല്ല, എന്താണ് കൂർമ്മം എന്ന് പറഞ്ഞ ആദി കൂർമ്മം നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മയുടെ കാര്യമൊക്കെ ചിന്തിക്കുമ്പോൾ വെറും ആമഹം ചിന്തിച്ചാൽ പോരാ. ദേവന്മാരുടെ ജരാനര മാറാനായിട്ട് അസുരന്മാരും ദേവന്മാരും തമ്മിൽ വാസുകിയെ കയറാക്കി അല്ലെ, ആ ഒരു പർവ്വതത്തെ കടയണ സമയത്ത് താഴത്തോട്ട് പോവാൻ തുടങ്ങിയ സമയത്ത് ആർക്കും അതിനെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. അത്രയും ഭാരമാണ്. അതിനെ പിടിച്ചു നിർത്താനായിട്ടാണ് കൂർമ്മമായിട്ട് അവതരിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ലോകത്തിന്റെ എത്ര 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 വലിയ വലിയ ഭാരം പോലും താങ്ങുവാൻ ശക്തിയുള്ള പ്രപദമാണ്. അപ്പൊ കൂർമ്മത്തിന് അങ്ങനെയാണ്. എത്ര ആമയുടെ പുറത്ത് എന്താ കല്ല് വെച്ചെറിഞ്ഞാൽ അടിച്ചാലൊന്നും ആമയ്ക്കൊന്നും പറ്റില്ല. കാരണം അത്രയും ശക്തമായ പുറന്തോടാണ്. അതുകൊണ്ടാണ് ആപതി കിം കരണീയം, ആപത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഗുരുവിനോട് ചോദിച്ചു അത്രേ. അപ്പൊ പറഞ്ഞു സ്മരണീയം ചരണയുഗളമമ്പായ എന്ന് മറുപടി വന്നു എന്നാണ്. ആപത്തിൽ എന്താ ചെയ്യുക? ഇപ്പോ കലികാലമൊക്കെ വരികയാണ്, എന്തു ചെയ്യണം എന്ന് ശിഷ്യന്മാര് ഗുരുവിനോട് ചോദിച്ചപ്പോ ആപതിക്കും കരണീയം, സ്മരണീയം, സ്മരിക്കലാണ് വേണ്ടത്. എന്ത്? അമ്പായ, അമ്പയുടെ ചരണയുഗളം സ്മരണീയം, സ്മരണീയം ചരണയുഗളം അമ്പായ, അമ്മയുടെ 2 പാദങ്ങളെയും സ്മരിച്ചാൽ മതി എന്നാണ്. കാരണം അത്രയും അല്ലെ സർവേ വിപരീത ഭവിഷ്യന്തി കലയുഗേ, കലിയുഗത്തിലെല്ലാം വിപരീതാവും. അച്ഛൻ മകനാവും, മകൻ അച്ഛനാവും, ഇന്ന് വേണ്ട വേദം വെക്കും. ഇവിടെ എന്തെല്ലാമാണോ പാടില്ലാത്തത് അതൊക്കെ കണ്ടു തുടങ്ങും. കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ ഇന്നതാണ് ധർമ്മം എന്ന് പറഞ്ഞതൊക്കെ ഇവിടെ അധർമ്മാവും, അധർമ്മങ്ങളൊക്കെ ധർമ്മാവും. അങ്ങനെ വിപരീതാ ഭവിഷ്യന്തി കലിയുഗത്തില്. അങ്ങനെ വരുന്ന ചെയ്യുമ്പോൾ ധർമ്മിഷ്ഠർക്ക്, ഈശ്വരോപാസന ചെയ്യുന്നവർക്ക്, സദാചാരമുള്ളവർക്ക് എന്താ ചെയ്യുക ഇപ്പോ എന്ന് ഒറ്റ പരിഹാരമേ ഉള്ളൂ, മറ്റെങ്ങോട്ടും പോവണ്ട. അമ്പായ ചരണയുഗളം സ്മരണീയം. ഈ സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ ആ പാദങ്ങൾ സ്മരിക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക? അത്രയ്ക്കും താങ്ങാൻ ശക്തിയുണ്ട്. പ്രപഞ്ചത്തിന്റെ മുഴുവനും ദുഃഖവും എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും ഒക്കെ താങ്ങുവാൻ പാകത്തിന് ശക്തമാണ് അമ്മയുടെ പ്രപദം. കാലിന്റെ പുറം ഭാഗം, അവിടെ മാംസളത്തിനല്ല, പാദത്തിലല്ലേ. എപ്പോഴും നമസ്കരിക്കുന്നത് പാദത്തിലാണ്. പാദത്തിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോ കൂർമ്മം ജനിച്ചത് പ്രപഞ്ചത്തിന്റെ മുഴുവനും ജരാനര മാറാൻ വേണ്ടിയിട്ട്, അമൃത് കടയാൻ, മോക്ഷം എന്നുള്ള അർത്ഥത്തില്. പാലാഴി മതത്തിന്റെ കഥയൊക്കെ വേറെയാണ്, ആ തത്വമൊക്കെ. അമൃതലാഭത്തിന് വേണ്ടി കടയുന്ന എത്ര കടച്ചിലായിരിക്കും. അപ്പൊ ഒരു ഉപാസകന്റെ പൂർണ്ണമായിട്ടുള്ള അമ്മയിലേക്ക് ലയിക്കുവാൻ, അമ്മയെ അറിയുവാൻ, അമ്മയാകുന്ന ആ അമൃതാനന്ദരസം അനുഭവിക്കുവാൻ വേണ്ടി മനസ്സില് ദുഃഖവും സുഖവും ധർമ്മവും അധർമ്മവും ഇതൊക്കെ ആയിട്ടുള്ള കടച്ചിലാണ്. അത് ഉപാസകർക്ക് മനസ്സിലായി, ശരിക്കും ഉപാസിക്കുന്നവർക്ക് മനസ്സിലാവും. എല്ലാം അസ്വസ്ഥതകൾ കൂടും, കടയാണ്. പലതും ചെളി പൊങ്ങി വരും, പലതും പൊങ്ങി ഹാലാഹലം വരെ പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ പൊങ്ങി വരുമ്പോഴെല്ലാം അമൃത കിട്ടുവാൻ വേണ്ടി പൂർണ്ണമായിട്ടും നിഷ്ഠാവാനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എവിടെയാണ് ശരണം? അമ്മയുടെ പാദം തന്നെ ശരണം. അത് ഒരു കൂർമ്മല്ല, 2 കൂർമ്മാണ്. ആ അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ച എല്ലാ ഭാരവും, പ്രപഞ്ചത്തിന്റെ മുഴുവനും ഭാരവും താങ്ങുവാൻ ശക്തിയുള്ളതാണ് അമ്മയുടെ പ്രപദം എന്നൊരർത്ഥം. അവിടെ യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് സ്ഥാനമില്ല, ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ പാദത്തെ ശരണം പ്രാപിക്കും. അത് പോയി പൂജ കഴിക്കാനോ അല്ലെങ്കിൽ പാദത്തിൽ നമസ്കരിക്കാനോ ഒന്നും അത്രമേഷ്ടിയാന്ന് തോന്നുന്നു പറഞ്ഞത്. സ്മരണീയം, അമ്മയുടെ പാദം ഇങ്ങനെ ശ്രീപാദ കമലങ്ങൾ ഇങ്ങനെ കാണാൻ അത്ര മനോഹരമായിട്ട് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ആ പാദത്തിന്റെ ഞെരിയാണിയുടെ ഭാഗവും ആ പ്രപദവും ഇങ്ങനെ കണ്ടാൽ മതി. അപ്പൊ ശിഷ്യന്മാർക്ക് സംശയമായി. തത് സ്മരണം കിം കുരുതേ. അങ്ങനെ ഈ പറയുന്ന ലളിതാ പരമേശ്വരി അല്ലെങ്കിൽ ദേവിയുടെ ആ പാദങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സ്മരിച്ചാൽ ആ സ്മരണം എന്താ ചെയ്യുക? എന്താണ് ഫലം ഉണ്ടാവുക? കാരണം നമുക്ക് ദുരിതം ഉള്ളതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു ഫലം ഇച്ഛിച്ചിട്ടാണ് നമസ്കരിക്കണം. ദുരിതങ്ങളാണ്, ആപത്താണ്. ആ ആപത്ത് മാറാൻ വേണ്ടി ഭഗവതിയുടെ പാദങ്ങൾ ഇങ്ങനെ സ്മരിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം ഉണ്ടാവുക? അപ്പോ തിരിച്ചു പറഞ്ഞതാണ് തത് സ്മരണം കിം കുരുതേ
ബ്രഹ്മാദീനപി കിങ്കരീ ഗുരുതേ എന്ന് പറഞ്ഞു. ബ്രഹ്മാദീൻ, ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ളവർ ആരൊക്കെയാ? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, ത്രിമൂർത്തികൾ എന്നർത്ഥം. ബ്രഹ്മാദീൻ കിങ്കരീ ഗുരുതേ, ബ്രഹ്മാദീൻ ബ്രഹ്മാദികളെ, ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും കിങ്കരീ ഗുരുതേ നമ്മുടെ വേലക്കാരാക്കി അയച്ചു തരുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവും പ്രപഞ്ചത്തിന്റെ പരിപാലനകർത്താവും പ്രപഞ്ചത്തിന്റെ സംഹാരകർത്താക്കളുമായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര് അവരോട് ദേവി പറയും, എന്റെ പാദ സ്മരിച്ച ഭക്തനാണ്, അവിടെ പോയി വീട്ടു ജോലി ചെയ്യുക, അവരെ രക്ഷിച്ചോണം, അവരെ ചുറ്റും നിന്ന് എപ്പോഴും രക്ഷിച്ചോണം എന്നുള്ള ഓർഡർ ഇടും ഭഗവതി. അങ്ങനെ കിങ്കരിമാരാക്കിയിട്ട്, കിങ്കരന്മാരായിട്ട്, കിങ്കരി ജോലി ചെയ്യുന്നവരാക്കി ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ പോലും മാറ്റുവാൻ ശക്തിയുള്ളതാണ് അമ്മയുടെ പാദം സ്മരിച്ചാലുള്ള ഫലം എന്ന് പറഞ്ഞു കൊടുക്കുക. ആ പാദത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്താ? ആപത്താണ്. ആ ആപത്തില് അമ്മയുടെ പാദം കാണുന്നു പറയുമ്പോൾ അത്രയും ഭാരം താങ്ങുവാൻ, ലോകത്തിന്റെ മുഴുവനും ഭാരം താങ്ങുന്നതാണ് അമ്മയുടെ പാദം. ഗുരുവിനെ കുറിച്ച് പറയുന്നത് ഇതുപോലെയാണ്. സാക്ഷാൽ ഇതിൽ പറയുന്നുണ്ട്, ഗുരുമൂർത്തിയൈ നമഃ എന്നൊക്കെ മന്ത്രം വരുന്നുണ്ട്. സംസാര സിന്ധോസ് തരണൈക ഹേതൂൻ ദധേ ഗുരൂൻ മൂർധ്നി ശിവസ്വരൂപാൻ രജാംസി യേഷാം പദപങ്കജാനാം തീർത്ഥാഭിഷേക ശ്രിയമാവഹന്തി എന്ന് ശ്രീവിദ്യാ ഉപാസകർക്ക്, അല്ലെങ്കിൽ അതേപോലെ ഉയർന്ന ഉപാസന ചെയ്യുന്നവര് ശിരസിൽ, ആ സഹസ്രതല പത്മത്തിന്റെ മധ്യത്തിൽ സ്വഗുരുവിന്റെ 2 പാദങ്ങളെയും, അത് ശ്രീവിദ്യാ പരമ്പരയിലാണ് ഏറ്റവും കൂടുതൽ, ഗുരുപാതുക എന്ന് പറയുന്ന മന്ത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്. ശ്രീവിദ്യാ മന്ത്രത്തിന്റെ മുകളിലാണ് ഗുരുപാതുക മന്ത്രം. ഗുരുവിന്റെ 2 പാദങ്ങളെയും ശിരസിൽ അങ്ങനെ അണിയാൻ പറയുന്നു. അപ്പൊ സംസാര സിന്ധോസ്തരണേക ഹേതൂൻ, സംസാര സാഗരത്തിൽ നിന്നും തരണം ചെയ്യുവാൻ കാരണമായിട്ടുള്ള ഗുരുവിന്റെ പാദങ്ങൾ, ദധേ ഗുരുൻ മൂർധി ശിവസ്വരൂപാൻ പദപങ്കജാനം. അപ്പോ ശിവസ്വരൂപമായിട്ടുള്ള, സാക്ഷാൽ സദാശിവന്റെ രൂപത്തിന് തുല്യമായിട്ടുള്ള ഈ സംസാര സാഗരത്തിൽ നിന്നും നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന ആ ഗുരുപാദങ്ങളെ ഞാൻ എന്റെ ശിരസിൽ അണിയുന്നു. രജാംസി യേഷാം പദപങ്കജാനാം, ആ പാദപത്മങ്ങളിൽ, ആ പാദങ്ങളിൽ നിന്ന് പൊഴിയുന്ന പൊടി, കാൽപ്പൊടി, നമ്മൾ ചവിട്ടി നടക്കുമ്പോഴുള്ള പൊടികള്, അതിങ്ങനെ തലയിലാവും. ഗുരു എടുത്തിട്ട് 2 കാലും എടുത്ത് തലയിൽ വെക്കുമ്പോ കഴി വൃത്തിയായിട്ടത് ശിഷ്യന്റെ തലയിൽ അങ്ങോട്ട് ചവിട്ടാണ്. ശാംഭവി ദീക്ഷ എന്നൊക്കെ പറയും. അതങ്ങ് തലയിൽ അങ്ങ് ചവിട്ടുമ്പോ അതിൽ നിന്ന് വരുന്ന പൊടികള് പദപങ്കജാനാം രജാംസി, അതിൽ നിന്ന് വരുന്ന പൊടികൾ തീർത്ഥാഭിഷേക ശ്രിയം ആവഹന്തി, സർവ തീർത്ഥങ്ങളിലും പോയി കുളിച്ച ഐശ്വര്യത്തെ അഭിഷേകം ചെയ്ത എല്ലാ ഗംഗ, യമുന, സരസ്വതി, ഗോദാവരി, നർമ്മദ, സിന്ധു, കാവേരി ജലം എന്ന് പറയില്ല, അങ്ങനെയുള്ള സപ്തനദിയോ ഏതൊക്കെ പുണ്യതീർത്ഥങ്ങളുണ്ടോ അവിടെ നിന്നെല്ലാം ജലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്നതിന് തുല്യമാണ് ഗുരുവിന്റെ പാദകമലങ്ങൾ. ആ കമലങ്ങളിലെ പൊടി ശിരസിൽ അണിയുന്നത് ശിഷ്യന്റെ ഇതാണ്. അപ്പൊ പാദത്തിന് അത്രയും പ്രാധാന്യമാണ്. ഈ ശരീരത്തെ മുഴുവനും പിടിച്ചു നിർത്തുന്നത്, താങ്ങി നിർത്തുന്നത് ആ ശിരസിന്റെ തലമുടി തൊട്ട് താഴോട്ട് വരെയുള്ള എല്ലാ എനർജിയെയും തളം കെട്ടി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പാദത്തിൽ നമസ്കരിക്കുന്നത്. നമ്മൾ അഭിവാദ്യം ചെയ്താണെങ്കിലും അല്ലെങ്കിൽ ദണ്ഡ നമസ്കാരം ചെയ്യുകയാണെങ്കിലും ഒക്കെ പാദത്തിലാണ് നമസ്കരിക്കുക, അല്ലെ? ആ പാദത്തിലാണ് ആ ശരീരത്തിന്റെ മുഴുവൻ എനർജി ഇങ്ങനെ വന്ന അനുഗ്രഹ കല പോലെ നിൽക്കുന്നത്. കൈകൊണ്ട് അനുഗ്രഹിക്കാന്നേ ഉള്ളൂ. അത് അടുത്ത മന്ത്രത്തിൽ പറയുന്നുണ്ട്, ദേവിയുടെ പാദങ്ങൾ എങ്ങനെയാണ് അനുഗ്രഹിക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്തായാലും സാക്ഷാൽ നീ ഗുരുവാണെങ്കിലും ഏത് ദേവന്റെ ആണെങ്കിലും ഗുരുവിന്റെ ആണെങ്കിലും പാദത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ആ പാദം കൂർമ്മത്തിന്റെ പൃഷ്ഠം പോലെ ഏത് ഭാരത്തെയും താങ്ങുവാനും ആശ്രയം കൊടുക്കും, ഒന്നും താഴോട്ട് പോവാതിരിക്കാൻ, അധപ്പതിക്കാതിരിക്കാൻ. അവനവന്റെ മനസ്സ് ഇങ്ങനെ തളർന്നു പോകുന്നു എന്ന് അറിയുമ്പോൾ അമ്മയെ രക്ഷിക്കണേ എന്ന് ആ പാദത്തിൽ വീണാൽ നമ്മുടെ മനസ്സ് അവിടെ നിൽക്കും. പിന്നെ അവിടുന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നോളും. ആ അമ്മയുടെ പാദങ്ങൾ അത്രയ്ക്കും ദൃഢമാണ്, കെൽപ്പുള്ളതാണ്. അതുപോലെ ഏത് ഭാരത്തെയും താങ്ങാൻ പറ്റുന്നതാണ്. അത് കണ്ടാലോ ആമയുടെ പുറന്തോടിന്റെ ആ ആകൃതി തോക്കുന്ന രീതിയിൽ ഇത് ആമയുടെ തോടിനേക്കാൾ ആ വളഞ്ഞ അതിനേക്കാളും മനോഹരമായിട്ടുള്ള പ്രബന്ധമാണ് എന്ന് പശുജ്ഞാതി വാഗ്ദേവതമാർക്ക് തോന്നിയിട്ട് പറയാണ്, കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രപദ അന്വിത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അമ്മയുടെ കണങ്കാല്, അമ്മയുടെ ഞെരിയാണിയുടെ ഗുൽഫ എന്നുള്ള ഭാഗം, അമ്മയുടെ പ്രബന്ധം,
അങ്ങനെ 18ാമത്തെ ശ്ലോകം തീർന്നു. 19ാമതിൽ നഖദീധിതി സംഛന്നനമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ. 19ാമത്തെ ശ്ലോകമാണ്. 44-45 മന്ത്രങ്ങൾ. അത് ശ്രദ്ധിക്കണം. വളരെ സ്പീഡിൽ പറഞ്ഞാൽ സാക്ഷാൽ ലളിതാ പരമേശ്വരിക്ക് തന്നെ മനസ്സിലാവില്ല. കാരണം പുതിയ ഭാഷയൊക്കെ ആയിരിക്കും. അതിനെ ശ്രദ്ധിക്കേണ്ടത് ഗുണ, അങ്ങനെ അവസാനം തൊട്ട് പറഞ്ഞു പഠിക്കാം. അപ്പൊ തെറ്റില്ല, അർത്ഥവും അതിലൂടെ സ്മരിക്കാൻ പറ്റും. ഗുണ, ഗുണമുള്ളവൾ എന്നുള്ളതാണ് അവിടെ വരിക. പക്ഷെ ഗുണമുള്ളവൾ എന്നാണോ അർത്ഥം പറഞ്ഞു വരുമ്പോ വേറെ അർത്ഥമാവും. തമോ ഗുണ, തമോ ഗുണത്തോടു കൂടിയവൾ. തമോ ഗുണം അറിയാലോ, ഏറ്റവും അസ്വസ്ഥതമായ ഗുണം എന്നർത്ഥമാണ് ഇവിടെ തമോ ഗുണം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഗുണം തന്നെയാണ്. പക്ഷെ സത്വഗുണത്തെക്കാളും രജോ ഗുണത്തെക്കാളും താഴ്ന്നതായതുകൊണ്ട് അവിടെയാണ് അസ്വസ്ഥതകൾ ഉള്ളത്. നെഗറ്റീവ് എന്ന് പറയാം. അപ്പൊ ഗുണ, തമോ ഗുണ എന്താണ്? ജനതമോ ഗുണ. അപ്പൊ അമ്മയുടെ തമോ ഗുണ അല്ല, ജനങ്ങളുടെ തമോ ഗുണത്തോട് കൂടിയവളാണ്. അതാണ് ഈ മറ്റു പറഞ്ഞില്ലേ, ഏത് ഭാരത്തെയും താങ്ങാൻ ശക്തി ഉള്ളതാണ് അമ്മയുടെ പ്രപദം എന്ന് പറഞ്ഞപ്പോ അതിന് കുറച്ചും കൂടെ വില കൂട്ടാൻ, അല്ലെ ശക്തി കൂട്ടാൻ, അർത്ഥ സമ്പൂർണത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ പ്രപദത്തിൽ വന്ന് ആ പാദത്തിൽ വന്ന് നമസ്കരിക്കുന്നവരെ മുഴുവനും പശന്യാദി വാഗ്ദേവതമാരെ നിരന്തരം 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്ന ദൈവമാരാണ്. അപ്പോ ഗുണ, തമോ ഗുണ, ജനതമോ ഗുണ. ജനങ്ങളുടെ തമോ ഗുണത്തോട്, ജനങ്ങളുടെ തമോ ഗുണത്തോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ അർത്ഥം ശരിയാവും? അമ്മ അങ്ങനെയാണല്ലോ. നമ്മളെല്ലാം സമർപ്പിച്ചാൽ, നമ്മൾ കുറെ കയ്യിലെ കുറെ സാധനം എടുത്ത് വേറെ എവിടെയെങ്കിലും ഇട്ടാൽ അത് അവിടെ കിടക്കും. അതുപോലെ അവനവന്റെ കഷ്ടപ്പാട്, ദുരിതം, ദുഃഖം, ഒരുപാട് പ്രശ്നം, ഇതൊക്കെ നമ്മള് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് അത് സ്വീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ തമോ ഗുണത്തോട് കൂടിയവളാണ് എന്ന് പറഞ്ഞാൽ തമോ ഗുണം അങ്ങോട്ട് പോകുന്നുണ്ട്. നമസ്കരിച്ചാൽ, സാഷ്ടാംഗമാണെങ്കിൽ നെറ്റിമുട്ടി നമസ്കരിച്ചാൽ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ജന്മജന്മാന്തരങ്ങളിലും ഉണ്ടായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ശാപതാപങ്ങളും ദുരിതക്കടലെല്ലാം അങ്ങോട്ട് കുടിക്കുക നമ്മൾ പൂർണ്ണമായിട്ടും. രക്ഷിക്കണേ ശരണമഹം പ്രപദ്യേ എന്ന് പറഞ്ഞ് നമസ്കരിക്കുമ്പോ ആ തമോ ഗുണത്തോട് കൂടിയവളാ. പക്ഷെ ഇവിടെ അർത്ഥം അതാണ്. നമജ്ജന തമോ ഗുണ, പ്രത്യേകിച്ച് പറയണം, നമസ്കരിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തോട് കൂടിയവൾ. അപ്പോ നമ്മൾ ആരെയും നമസ്കരിച്ചാൽ, അപ്പൊ ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ഓരോരുത്തർ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമസ്കരിക്കാൻ പറ്റിയ പാതാണോ, അങ്ങനത്തെ പ്രപദമാണോ? ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. കാരണം നമസ്കരിച്ച് ഒരാള് ശക്തമായിട്ട് നമ്മളെ നമസ്കരിച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റാത്തതാണെങ്കിൽ ദുരിതം വരും. അതുകൊണ്ട് പലരും നമസ്കരിക്കാൻ സമ്മതിക്കാറില്ല. അപ്പോ നമസ്കരിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തോട് കൂടിയവൾ, തമോ ഗുണത്തോട് കൂടിയവളാണോ? അതിനെന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ എന്ന് വെച്ചാൽ സംഛന്ന, സംഛന്ന, ഛന്നം എന്ന ഛിന്ന ഭിന്നമായത് എന്നർത്ഥം. സംഛന്നം വേണ്ടവണ്ണം ഛിന്ന ഭിന്നമാക്കിയത്, സമ്യക്കാകും വണ്ണം ഛന്നമായത് സംഛന്നം. അപ്പോ അർത്ഥം കുറച്ചും കൂടെ സുഖമായി. നമസ്കരിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തെ സംഛന്നമാക്കിയതാണ്. അതെന്താണെന്നല്ലേ അറിയേണ്ടത്. നമ്മൾ പ്രപദം കണ്ടു, ഇനി അങ്ങോട്ട് പോയാൽ അടുത്തത് വിരലാണ്. ഓരോ കാലിലും 5 വിരൽ വെച്ചിട്ടുണ്ട്. ആ വിരലിലേക്കാണ് ശരിക്കും തൊടുമ്പോ ആദ്യ വിരലിലാണ് നമ്മുടെ ശിരസ് മുട്ടാലി കൈവെട്ട് നമസ്കരിക്കുമ്പോൾ വരിക. അഭിവാദയേ എന്ന് പറഞ്ഞാൽ പാദത്തിലാണ്. അപ്പൊ അതുപോലെ ഗുണ, തമോ ഗുണ, ജനതമോ ഗുണ, നമജ്ജന തമോ ഗുണ, സംഛന്ന നമജ്ജന തമോ ഗുണ. സംഛന്നമായ നമസ്കരിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തെ, അപ്പൊ തമോ ഗുണം അങ്ങോട്ട് പോരുന്നുണ്ട്. പക്ഷെ പാദത്തിൽ അങ്ങോട്ട് നമസ്കരിക്കുമ്പോഴത്തേക്കും അത് മുഴുവനും ഇല്ലാതെയായി, തവിട്ട് പൊടിയായി ആ തമോ ഗുണമൊക്കെ പോകും. അപ്പൊ നമസ്കരിക്കുന്ന ഭക്തന്മാരുടെ തമോ ഗുണം കളയുവാനാണ് അവിടെ എന്തോ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ നമസ്കരിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തോട് കൂടിയവൾ എന്നല്ല, നമസ്കരിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണം ഛിന്ന ഭിന്നമാക്കിയ എനർജിയോട് കൂടിയിട്ടുള്ള സ്ഥലമാണ്. അത് ഏതാണ്? ദീധിതി, പ്രകാശം എന്നർത്ഥം, ജ്വാല എന്നർത്ഥം.
ആ ജ്വാല ഉണ്ട്. അപ്പോ ഈ ഒരു എന്തെങ്കിലും ദോഷമുള്ളതാണെങ്കിൽ അത് കത്തിച്ച് കളയാ, ഇല്ലാതാക്കണമെങ്കിൽ വേറൊരു എനർജി ഇങ്ങോട്ട് വരണം അല്ലെ. ഒരു മുറിയിൽ ഒട്ടും വെളിച്ചമില്ലെങ്കിൽ ഒരു ദീപം കത്തിക്കണം. അപ്പൊ മുറിയിൽ ഇരുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല, ദീപത്തിന്റെ ശക്തി കൊണ്ടാണ്. അപ്പൊ നമുക്ക് മുഴുവനും അനേക ജന്മജന്മാന്തര കോടാനുകോടി ജന്മങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള പല 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 കർമ്മദോഷങ്ങളെ കൊണ്ട് നമ്മൾ വീണ്ടും ജനിച്ച് എന്തോ ഭാഗ്യം കൊണ്ട് അമ്മയെ സ്മരിക്കാൻ ഇടവന്നു, അമ്മയുടെ മന്ത്രം ജപിക്കാൻ, അമ്മയെ രക്ഷിക്കണേ, ദുർഗാം ദേവിയും ശരണമഹം പ്രപത്തി എന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ശരണം എന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായിട്ട് നമസ്കരിക്കുമ്പോൾ നമ്മൾ നമസ്കരിക്കുന്നത് നമ്മുടെ ചെറിയൊരു വിഷമം വിചാരിച്ചിട്ടാവാം. പക്ഷേ അമ്മ കാണുന്നത് നമ്മുടെ ഓരോ എത്ര കോടാനുകൂടി ജന്മങ്ങളിൽ ജനിച്ച എല്ലാ ഫയലും അമ്മയുടെ മനസ്സിലുണ്ട്. അതിൽ ഏതൊക്കെ മാറണം ഏതൊക്കെ മാറ്റണ്ടെന്ന് തീരുമാനിക്കാൻ അമ്മ. പക്ഷെ അത് മുഴുവനും അമ്മയുടെ പാദത്തിൽ നമസ്കരിക്കുമ്പോഴത്തേക്കും ഒരു പ്രകാശം വന്നിട്ട് ഛിന്ന ഭിന്നമാക്കും. അമ്മയുടെ പാദത്തിൽ നമസ്കരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു അത് നമസ്കരിക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് സന്തോഷമായി, അമ്മ ഇങ്ങനെ അനുഗ്രഹിക്കും, ഒക്കെ ശരിയാവും കേട്ടോ എന്ന് പറയാം. അങ്ങനെയല്ല, അവിടെ ഒരു പ്രകാശമാണ്. അമ്മ പോലും അറിയുന്നുണ്ടാവില്ല, സാക്ഷാൽ ലളിതാ പരമേശ്വരി പോലും അറിയുന്നുണ്ടാവില്ല എന്നാണ് ഇതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണത്. അപ്പോ ഒരു പ്രകാശം കൊണ്ട് സംഛന്നമായ നമസ്കരിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തോട് കൂടിയവൻ. അമ്മയുടെ പാദത്തിൽ നമസ്കരിക്കുന്നവരുടെ എല്ലാ തമോ ഗുണങ്ങളെയും ഒരു പ്രകാശം ഛിന്ന ഭിന്നമാക്കി തീർത്ത് സ്വസ്ഥമാക്കുന്നു. അതായത് ഇല്ലാതെ ഇരുട്ടങ്ങില്ലാതായ വെളിച്ചായി, അത് തമോ ഗുണം ഇല്ലാതായ രജോ ഗുണമോ. അപ്പൊ ഒന്നിനും വയ്യ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ തരുന്നത് ചിലപ്പോൾ സത്വഗുണമാവില്ല, രജോ ഗുണമാവും. അർജുനന് കൊടുത്ത യുദ്ധം ചെയ്യുന്നേ, നിനക്ക് ഇവരൊക്കെ ജയിക്കാൻ പറ്റും, പക്ഷെ നിനക്ക് ജയിക്കാൻ പറ്റാത്ത ഒന്നുണ്ട്, നിന്റെ മനസ്സ്. നിന്റെ മനസ്സിനെ അത് ജയിക്കുക. ആ മനസ്സാണ് ഇവരെയൊക്കെ കൊല്ലരുത്, അവരെ കൊല്ലാൻ അവർ അങ്ങനെയല്ലേ, ഇതൊക്കെ നിന്റെ മനസ്സിന്റെ പ്രശ്നമാണ്, നീ അവരുടെ അഡിക്ഷനാണ്. നിന്റെ മനസ്സിനെ അത് ജയിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മള് പൂർണ്ണമായിട്ടും നമുക്ക് അറിയില്ല. അപ്പോ ഇവിടുത്തെ നമസ്കാരം എന്ന് വെച്ചാൽ അറിഞ്ഞ് നമ്മൾ നമസ്കരിക്കുന്നു, പക്ഷെ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്താ സങ്കല്പിക്കേണ്ടതെന്ന് അറിയില്ല. മനസ്സിനെ പൂർണ്ണമായിട്ടും അടക്കാൻ നമുക്കറിയില്ല. ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മള് അമ്മയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഒരു പ്രകാശം ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ തമോ ഗുണം മുഴുവനോട് ഇല്ലാണ്ടാവും. അതുപോലെയാണ് അല്ലെ, രക്തോത്തിഷ്ഠ പരന്തപ എന്ന് പറഞ്ഞില്ലേ, നീ ഇങ്ങനെ വിഷാദിച്ചിരിക്കല്ലേ, എഴുന്നേക്ക, യുദ്ധം ചെയ്യ എന്ന് പറയുന്ന, ഒട്ടും വയ്യ, പഠിക്കാൻ വയ്യ, എനിക്ക് ജോലി ചെയ്യാൻ വയ്യ എന്ന് പറയുന്നവർക്ക് അമ്മ കൊടുക്കുന്ന ആദ്യം സത്വഗുണമോ ഈശ്വരപ്രാപ്തി ഒന്നും ആവില്ല, കർമ്മം ചെയ്യാനുള്ള ശക്തിയാണ് കൊടുക്കുക. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികളൊക്കെ പറഞ്ഞത്, ഒരു പണിയില്ലെങ്കിൽ മോഷ്ടിക്കാൻ പോവോ, ഒരു ഫുട്ബോൾ കളിക്കാൻ പോവോ, വെറുതെ ഇരിക്കല്ലേ, അത് തമോ ഗുണമാണ്. അപ്പൊ നമുക്ക് ഏത് വിഷയത്തിലും കണ്ടിന്യൂസ്ലി അല്ലെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ വയ്യ എന്ന് തോന്നുന്ന തമോ ഗുണം, അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകള്, മറ്റുള്ളവർക്ക് അസൂയ, കുശുമ്പ്, പലതും ചിന്തിച്ച ഒരു ആത്മനിന്ദ കൂടുതൽ വരുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു ഭക്തനായി തീർന്ന് അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ചാൽ അപ്പോൾ തന്നെ ആ തമോ ഗുണം കത്തിച്ചങ്ങോട്ട് പോകും. ഒരു പ്രകാശം വന്നിട്ട് ആ ഇരുട്ടങ്ങോട്ട് മാറും. മനസ്സിൽ മുഴുവൻ ആ ഇരുട്ട് മാറിയിട്ട് ഊർജ്ജസ്വലമാകും, ഉഷാറായിട്ട് നമ്മുടെ കർമ്മത്തിലേക്ക് മടങ്ങും. ആ പ്രകാശം എവിടെ നിന്ന് വരുന്നു എന്നുള്ള നഖദീധിതി സംഛന്നനമജ്ജന തമോ ഗുണ. സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ ത്രിപുരസുന്ദരിയുടെ പാദത്തിൽ നിന്നല്ല, പ്രപദത്തിൽ നിന്നല്ല, വിരലുകളിൽ നിന്നല്ല, ആ 10 നഖങ്ങളിൽ നിന്നാണ് എന്നാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ നഖത്തിന്റെ പ്രാധാന്യം. അത്രയും സൂക്ഷ്മമായിട്ടാണ് പശുനാഥ് വാഗ്ദേവതമാര് എഴുതി വച്ചിട്ടുള്ളത്. ഇങ്ങനൊരു സഹസ്രനാമം ലോകത്ത് ഒരു സ്ഥലത്തും കാണില്ല. നഖങ്ങളിൽ നിന്ന് പ്രകാശം എന്ന് പറയുമ്പോൾ എത്ര പ്രകാശമാനമായിരിക്കും അമ്മയുടെ ആ ചുവന്ന പാദങ്ങളില്, അല്ലെങ്കിൽ മാതളപ്പൂവിന്റെ മനോഹാരിതയുള്ള ആ 2 പാദങ്ങള്, അമ്മ ഇട്ടിരിക്കുന്ന ചുമന്ന പട്ട് കഴിഞ്ഞ് ആ അതിമനോഹരമായിട്ടുള്ള എന്താ നിറം എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള അമ്മയുടെ ആ പാദങ്ങൾ ഇങ്ങനെ പ്രബദം, അതിങ്ങനെ പൂർണ്ണപുഷ്ടം പോലെ അത്ര മനോഹരാണ്. അതിൽ ഇങ്ങനെ വരുന്ന അത്രയും മനോഹരമായ ഓരോ വിരലുകളില് ഉള്ള ആ 10 നഖത്തിൽ നിന്നും ഇങ്ങനെ പ്രകാശം വരുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ആ നഖം മാത്രം മതി നമ്മുടെ ജന്മജന്മാന്തരം രക്ഷപ്പെടാൻ. എന്താണ് അതിന് കാരണം? ആ 10 നഖങ്ങളും കൂടിയിരുന്നൊരു മീറ്റിംഗ് കൂടിയെന്നാണ്. എന്താണ് അങ്ങനെ കൊടുക്കാൻ അനുവാദം ഉണ്ടോ എന്നാണ്. കാരണം അമ്മയുടെ സമ്പൂർണമായ
അനുഗ്രഹ കലയിൽ കാലിലൂടെ വന്ന് നമസ്കരിക്കുന്നവർക്ക് കൂടെ അനുഗ്രഹം കൂടെ പാദത്തിലേക്ക് വന്നല്ല നിൽക്കുന്നത്, പാദത്തിലൂടെ ഒഴുകി വിരലുകളിലൂടെ ഒഴുകി നഖത്തിലാണ് അത് തളം കെട്ടി നിൽക്കുന്നത്. അവര് വിചാരിച്ചാലേ പുറത്തേക്ക് അനുഗ്രഹ കല വരുള്ളൂ. അപ്പൊ അമ്മയുടെ ചവിട്ട് കിട്ടിയ അസുരന്മാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. മഹിഷാസുരനെ പോലെയുള്ളവർ എത്ര ഭാഗ്യം ചെയ്തവരാണ്. സാക്ഷാൽ മഹാബലി ചക്രവർത്തിയുടെ ഭാഗ്യം ഒന്ന് ആലോചിച്ചു. അവിടെ നഖങ്ങൾ തീരുമാനിക്കേണ്ട അമ്മ ആരെയും ശ്രദ്ധിക്കണില്ല. നമ്മുടെ അമ്മയുടെ ഒരു കാര്യം. കാരണം എപ്പോഴും ആനന്ദരസമായിട്ട് ഇങ്ങനെ ഇരിക്കുക എല്ലാ മക്കളും എന്നെല്ലാ മക്കളെ കുറിച്ചുള്ള വിചാരത്തോടെ നിർഗുണ പരബ്രഹ്മം പോലെ ഇരിക്കുക. ഒരു കയ്യിലാണ് ഈ പാശം എല്ലാവരോടും തന്നിലേക്ക് അടുപ്പിക്കാൻ, ഒരു കയ്യിൽ അങ്കുശം, ആ അങ്കുശത്തിന് ജോലി ആകർഷണ വികർഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കയ്യിലാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മനസ്സായിട്ടുള്ള കരിമ്പുവില്ല്, മറ്റ് പഞ്ചതന്മാത്രകളാകുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധത്തിൻ്റെതായ ഈ പ്രപഞ്ച ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അമ്മയ്ക്ക് പ്രപഞ്ച മനസ്സ് കയ്യിലാക്കിക്കൊണ്ട് പഞ്ചഭൂതാത്മകമായിട്ടുള്ള അമ്പുകളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആകർഷണ വികർഷണത്തിലൂടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് ആരൊക്കെ നമസ്കരിച്ചു, ആരൊക്കെ അനുഗ്രഹിക്കുന്നത്, എങ്ങനെയാ സമയം ഉണ്ടാവുക? അവിടെ അവരങ്ങോട്ട് തീരുമാനം ഏറ്റെടുത്തു. അമ്മയുടെ ജോലി ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. വരുന്നവർക്ക് അത്ര മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം അമ്മയുടെ ആ ഒരു ശക്തികല, അനുഗ്രഹകല നമുക്ക് അവർക്ക് കൊടുക്കാം. അങ്ങനെ നഖത്തിൽ നിന്നും ഒരു പ്രകാശം കൊണ്ട് പുറപ്പെട്ട് നമസ്കരിക്കുന്നവരുടെ എല്ലാ തമോ ഗുണങ്ങളും ഛിന്ന ഭിന്നമായി തീരും. എത്ര അലങ്കാരികമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മയുടെ നഖത്തിന് പോലും അപ്പൊ ധ്യാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓവറായിട്ട് ഇങ്ങനെ കണ്ടാൽ പോരാ, ആ ഓരോ ഭാഗവും കാണാൻ പറ്റണം. അമ്മയുടെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് അമ്മയുടെ കണ്ണിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിൽ അടിക്കുന്നതായിട്ട് അനുഭവം ഉണ്ടാവണം. അമ്മയുടെ പാദത്തിന്റെ ആലോചിക്കുന്ന സമയത്ത് ആ പ്രകാശം നമ്മൾ ആ പാദത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ നഖത്തിൽ നിന്നുള്ള പ്രകാശം കണ്ണിലേക്ക് അടിക്കുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാക്കിയെടുക്കണം. കുറെ നേരം എടുക്കും. ക്ഷമ വേണം, ഭക്തി വേണം, പ്രേമം വേണം. അമ്മേന്ന് വിളിക്കാനുള്ള ആ മനസ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചിന്തിക്കൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നഖതീതം നവജനത ഗുണ എന്നൊക്കെ പറഞ്ഞ സഹസ്രനാമ ദിവസം ചെല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മന്ത്രം ചെല്ലുമ്പോഴേ നഖദീധി സംഛന്ന നമജ്ജനതമോ ഗുണ, അവിടെ നഖ എന്നുള്ള ഖകാരാണ്, നഖമല്ല നഖവും അല്ല, നഖം, ഖരം എന്ന് പറയുന്ന ഖ. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് ബുദ്ധിമുട്ട്. ദീഭിതി പ്രകാശം, നഖദീ ധിതി എന്ന് ചൊല്ലരുത്, നഖദീധിതി ഒരുമിച്ച് ഞാൻ ചെല്ലണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് പറയാണ്. സംഛന്നമാണ്, സംജന്നം എന്നാവരുത്. പലരും ചൊല്ലുന്നത് നഖദീ സംജന സമജന ഗുണ പ്രജാല ഇങ്ങനെയൊക്കെ ചൊല്ലുന്നേ വളരെ കഷ്ടമാണ്. അപ്പൊ എങ്ങോട്ട് ഇതൊക്കെ ചെല്ലിയിട്ട് എങ്ങോട്ടും നമുക്ക് പോകാനില്ല. ചെല്ലുകയാണെങ്കിൽ ശരിക്കും ചെല്ലാം. തുടങ്ങിയാൽ അവസാനിപ്പിച്ചിട്ട് എഴുന്നേക്കാനും പാടുള്ളൂ. കാരണം അമ്മയുടെ ശരീരമാണ് ലളിതാ സഹസ്രനാമം, മുറിക്കാൻ പാടില്ല. അപ്പോ നഖ ദീധിതി സംഛന്ന നമജ്ജന തമോ ഗുണ. അപ്പോ ഇത് ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ വരുമ്പോൾ ഇതുപോലെ ഇത്തിരി നാവിന് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഗുണ 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 3 പ്രാവശ്യം ഓരോന്ന് പറയാം. എന്നിട്ടോ തമോ ഗുണ തമോ ഗുണ തമോ ഗുണ എന്ന് പറയാം. പിന്നെ ജനതമോ ഗുണ ജനതമോ ഗുണ ജനതമോ ഗുണ നമജ്ജന. അപ്പൊ നമത്ത് ജന ആണ്. തകാരത്തിന് ശേഷം ജകാരം വരുന്നതുകൊണ്ട് തകാരവും ജകാരമായിട്ട് നമജ്ജന എന്നാവും. 2 ജായനാണ്. അപ്പൊ നമജ്ജന തമോ ഗുണ നമജ്ജന തമോ ഗുണ നമജ്ജന തമോ, അങ്ങനെ പഠിക്കാം. പിന്നെ സംഛന്നം. അപ്പൊ സംഛന്ന നമജ്ജന തമോ ഗുണ, അത് 3 പ്രാവശ്യം പറയാം. ദീധീതി, അത് വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. ദീധീതി സംഛന്ന, അത് മാത്രമായിട്ടൊന്ന് കുറച്ചു നേരം ചൊല്ലിയാ നല്ലതാണ്. ഒരുമിച്ച് കിട്ടില്ല. ദീധീതി സംഛന്ന ദീധീതി സംഛന്ന ദീധീതി സംഛന്ന നഖദീധീതി നഖദീ, ഇങ്ങനെ ഒരു 2, 3, 5 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് എന്നിട്ട് നമ്മള് ഗുണ തമോ ഗുണ ജനതമോ ഗുണ നമജ്ജനതമോ ഗുണ സംഛന്ന നമജ്ജനതമോ ഗുണ ദീധിതി സംഛന്ന നമജ്ജനതമോ ഗുണ നഖദീധിതി സംഛന്ന നമജ്ജനതമോ ഗുണ. ഇങ്ങനെ ഓരോ പറ്റാത്തതൊക്കെ ഇങ്ങനെ ചൊല്ലി പഠിച്ചാൽ ഒരിക്കലും നമുക്ക് തെറ്റില്ല. അത് നമ്മൾ നോക്കണം. അങ്ങനെ ആ നഖത്തിന്റെ പ്രകാശം പറയാനായിട്ടാണ്. നഖത്തിന് അത്യുജ്വല പ്രകാശമാണ്. അതെങ്ങനെ, ആ പ്രകാശം എന്തിനാണ്? അമ്മയുടെ പാദത്തിൽ നമസ്കരിക്കുന്നവരുടെ എല്ലാ തമോ ഗുണങ്ങളെയും ഛിന്ന ഭിന്നമാക്കുന്ന പ്രകാശമാണ്.
അമ്മയുടെ പാദത്തിൽ നമസ്കരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്മയുടെ പാദത്തിൽ നിന്ന് ഇങ്ങോട്ടൊന്നും വരില്ല, അമ്മയുടെ നഖത്തിൽ നിന്നുള്ള പ്രകാശം കൊണ്ടാണ് അമ്മയെ നമസ്കരിച്ചാൽ നമുക്ക് സമാധാനം കിട്ടുക. പിന്നെന്താണ്? പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ. സരോരുഹ അവിടെ ശ്രദ്ധിക്കേണ്ടത് പദദ്വയം, അവിടെ ദ്വ എന്ന് ശരിക്കും പറയണം. പിന്നെ പ്രഭാ, പ്രഭായാണ്, പ്രഭയല്ല. പ്രഭാജാലം, പരാകൃതം, പരാകൃത സരോരുഹ. അപ്പോ അമ്മയുടെ രണ്ട് പാദങ്ങളെയും കൂടെ ചേർത്ത് നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? നിര്യാണിയെ കുറിച്ച് കണ്ടു, അത് പാദത്തിന്റെ ഭാഗമാണ്. പ്രപദത്തെ കുറിച്ച് കണ്ടു, അമ്മയുടെ പുറം പാദമാണ്. പിന്നെ ആ പാദത്തിലെ നഖങ്ങൾക്ക് അത്രയും അത്യുജ്വലമായ പ്രകാശമാണ്. നമസ്കരിക്കുന്നവരെ മുഴുവനും ദോഷങ്ങൾ അകറ്റി അനുഗ്രഹിക്കാൻ പറ്റുന്ന പ്രകാശം, എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നഖങ്ങളാണ്. പിന്നെ രണ്ട് പാദവും കൂടെ ചേർത്ത് അതിന്റെ മനോഹാരിത വീണ്ടും പറയാണ്. സരോരുഹ, സരസിൽ രുഹമായത് സരോരുഹം, അതായത് താമര എന്നർത്ഥം. അപ്പൊ താമരപ്പൂവിന്റെ നിറം അറിയാലോ, അമ്മയുടെ ശരീരത്തിന്റെ നിറം അതാണ്, താമരപ്പൂവിന്റെ നിറം എന്നാ പറയാ. സിന്ദൂരാരുടെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവാതിരിക്കാം, പക്ഷെ പാദത്തിന് എന്തായാലും താമരപ്പൂവിന്റെ നിറവാണ്, താമരപ്പൂ പോലെ ഇരിക്കുന്നു എന്ന് പറയാണ് പശുന്യാദി വാഗ്ദേവതമാർ. അപ്പൊ സരോരുഹ എന്താണ്? പരാകൃത സരോരുഹ, അർത്ഥം മാറി. പരാകൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതാക്കുക, അതിൽ കടത്തി വെട്ടുക എന്നൊക്കെ നമ്മൾ പറയുന്നേ. അതിന് കടത്തി വെട്ടു ഇയാളുടെ പ്രകടനം എന്ന് പറയുന്നത് പോലെ പരാകൃതമായ ഒരു സരോരുഹമാണ്. അപ്പൊ സരോരുഹത്തെ മറ്റു താമരപ്പൂവിനെ കടത്തി വെട്ടുമ്പോഴാണല്ലോ ഇത് അതിലും വലിയ താമരപ്പൂവാവുക. അപ്പൊ പരാകൃത സരോവരം ഏതോ ഒന്നിനെ എന്തിന്റെയോ പ്രകാശത്തെയോ നിറത്തെയോ അല്ലെങ്കിൽ അതിന്റെ ഭംഗിയെയോ കടത്തിവെട്ടുന്നതായിരിക്കണം. അപ്പൊ സരോരുഹം എന്ന് പറഞ്ഞതുകൊണ്ട് താമരപ്പൂക്കളെ എല്ലാം പരാകൃതമാക്കുന്ന മറ്റൊരു താമരപ്പൂവ്, ഒരു താമരപ്പൂവല്ല, രണ്ട് താമരപ്പൂവ്. അപ്പൊ എന്താണ് ഇവിടെ? പ്രഭാജാലം. ഇപ്പൊ നഖത്തിന്റെ പ്രഭ നമ്മൾ പറഞ്ഞു, പാദത്തില് അത്രയും മനോഹാരിതയാണ്, അത്രയും മനോഹരമുണ്ട്. അപ്പൊ പദം, രണ്ട് പദങ്ങള് അല്ലെങ്കിൽ രണ്ട് പാദങ്ങള്, പദം എന്ന് വെച്ചാൽ പാദം എന്ന് തന്നെ അർത്ഥം. പദദ്വയം രണ്ട് പാദങ്ങൾ, ആ രണ്ട് പാദങ്ങള് അതിൽ നിന്നുള്ള പ്രഭാജാലമാണ്, കൂട്ടമാണ്, വെറുതെ ഇത്തിരി ഒരു പ്രകാശം തന്നെ. ആ പാദത്തിൽ നിന്ന് അത്യുജ്വലമായ പ്രകാശം, അത് നഖത്തിന്റെ പ്രകാശമുണ്ട്, അല്ലെങ്കിൽ തന്നെ അമ്മയുടേതായിട്ടുള്ള അനുഗ്രഹകലയുടെ പ്രകാശമുണ്ട്, എല്ലാം ഇങ്ങനെ ഒഴുകി വന്ന് തളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് പാദം. ആ പാദത്തിലെ പ്രഭാജാലം, ആ മനോഹാരിത, അത് സരോരുഹത്തെ പരാകൃതമാക്കി താമരപ്പൂക്കളെ കടത്തിവെട്ടുന്ന പ്രഭകൾ ഉള്ള രണ്ട് പാദങ്ങളോട് കൂടിയവൾ എന്നാണ് അതിന്റെ അർത്ഥം. അത് രണ്ട് താമരപ്പൂ എന്ന് വെച്ചാൽ അതിനൊരു മനോഹാരിത ഉണ്ടല്ലേ, നല്ല ഭംഗിയാണ് കാണാൻ, പൂക്കളിലെ രാജാവാണ്. അങ്ങനെ താമരയ്ക്ക് എന്തൊരു മനോഹാരിതയുണ്ടോ, പ്രഭയുണ്ടോ, ശോഭയുണ്ടോ, അതിനെ കടത്തിവെട്ടുന്ന രണ്ട് താമരപ്പൂക്കളാണോ എന്ന് തോന്നും. അത്തരത്തിൽ താമരപ്പൂക്കളെ കടത്തിവെട്ടുന്ന പ്രഭയോടുകൂടിയ പദദ്വയങ്ങളുള്ള രണ്ട് ശ്രീപാദ കമലങ്ങൾ ഉള്ളവൾക്ക് നമസ്കാരം. മനസ്സിലായെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഒരുപാട് പറയേണ്ട ഒരു വ്യാഖ്യാനമൊന്നും ഇല്ല അതിനകത്ത്. അപ്പൊ പദദ്വയം, ദ്വ എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ദ പ്ലസ് വ പ്ലസ് ആയാണ്. ഇത് പല മന്ത്രങ്ങളിൽ വരാം, പല അക്ഷരങ്ങളിൽ വരാം. അപ്പൊ ദ്വ എന്ന് പറഞ്ഞാൽ പോരാ, ദ്വ എന്ന് തന്നെ പറയണം. അപ്പൊ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ. രുഹ സരോരുഹ, കൃത സരോരുഹ, പരാകൃത സരോരുഹ, ജാലപരാകൃത സരോരുഹ, പ്രഭാജാല പരാകൃത സരോരുഹ, പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവും കൂടി, പദദ്വയ എന്ന് കഴിഞ്ഞിട്ടാണ് പ്ര എന്നുള്ളൊരു വാക്ക്. അത് ഇത്തിരി ശക്തമായിട്ട് തന്നെ ചൊല്ലണം, എങ്കിലാണ്
അതിൻ്റെതായിട്ടുള്ള മന്ത്രത്തിന്റെ ധ്വനി ഉണ്ടാവും. അത് നമ്മൾ സാധാരണ പദദ്വയ പ്രഭാജാല അങ്ങനെ പോരാ, പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ എന്നാണ് ചൊല്ലണം. ഇവിടെ മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് താമര അസ്തമിക്കുമ്പോൾ ഇങ്ങനെ കൂമ്പി പോകുന്നതാണ്, സൂര്യനുള്ളാകുമ്പോൾ അത് വിടർന്നു വരുന്നതാണ്. ഇത് അതിനെ കടത്തി വിട്ട ഒരിക്കലും കൂമ്പാത്ത എപ്പോഴും വിടർന്നു നിൽക്കുന്ന താമരയാണ്, അത്രയും വർണ്ണഭംഗിയാണ് എന്നൊക്കെ ഇത് വ്യാഖ്യാനത്തിൽ പലതും പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, താമരപ്പൂവിനെ വെല്ലുന്ന ശോഭയോട് കൂടിയ രണ്ട് പാദപത്മങ്ങളോട് കൂടിയ അമ്മയ്ക്ക് നമസ്കാരം, ഇത്രയേ ഉള്ളൂ അർത്ഥം. അതിനു മുമ്പ് ആ പാദത്തിലെ 10 നഖങ്ങളിലും അത്യുജ്വലമായ പ്രകാശമാണ്. ആമയുടെ പൃഷ്ഠഭാഗത്തെ പോലും കവച്ചു വെക്കുന്ന മനോഹാരിതയുള്ള വളഞ്ഞ ഒരു പ്രത്യേക രീതിയിൽ ആകൃതിയുള്ള കൂർമ്മപുഷ്ടം പോലെയുള്ള അമ്മയുടെ പുറം പാദം. വലിയ വലിയ മാംസളമായ കാലുകളായതുകൊണ്ട് ഞെരിയാണി കാണുന്നില്ല. ഇതൊക്കെയാണ് സാമാന്യ അർത്ഥം. പക്ഷെ ഇതിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാം. ഞെരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ആണിയെ ആലോചിക്കും, അല്ലെ? അങ്ങനെയൊന്നും വരരുത്. ഭക്തി വന്നാൽ, ഞാൻ അനുഭവം പറയാണ്, ഇപ്പൊ നമ്മളിങ്ങനെ എന്താ പറയണ്ടേ, പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇതിങ്ങനെ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ ആ ഒരു ട്യൂണിലോ അല്ലെങ്കിൽ അക്ഷരത്തിലോ അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ ചൊല്ലല. പക്ഷെ അത് ധ്യാന ശ്ലോകമാണ്. അതുകൊണ്ട് പീതാംബരം എന്ന് പറയുമ്പോ ആ മഞ്ഞപ്പട്ട് കാണാൻ സാധിക്കണം. കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം. ഇപ്പൊ ചക്രം, ശംഖ്, ഗദാ, പത്മം കാണണ്ടേ? ഒരു ദിവസം എന്നോട് ഒരാൾ, ഞാൻ വിഷ്ണുവിനെ ധ്യാനിക്കുന്ന ആളാണ്, ഞാൻ ധ്യാനിക്കുമ്പോ വിഷ്ണു തലകുത്തി നിൽക്കുക, കാല് മുകളിലും തല താഴെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ തലകുത്തി നിന്നാ മതി എന്ന് ഞാൻ പറയേണ്ട വന്നു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങനെ ആയി പോവാണ്. ഈ മനസ്സ് കൊണ്ട് തന്നെയാണ് മനസ്സിൽ ദേവിയെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോ ആദ്യമൊക്കെ നമ്മൾ കാണാൻ ശ്രമിച്ചിട്ടൊക്കെ ബുദ്ധിമുട്ടാവും. പക്ഷെ ഭക്തി കൂടി വന്ന് നമ്മൾ കാണുന്നേ ഇല്ല, കാണാൻ ആഗ്രഹമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ശൂന്യമാകും മനസ്സ്. ധ്യാനം മാത്രം ഉണ്ടാവും. അപ്പൊ പ്രൊജക്ഷൻ അവിടുന്ന് വരും. അതൊരിക്കലും ഇളകില്ല, അല്ലെങ്കിൽ ഇളകിപ്പോവും, വേറെ എന്തെങ്കിലും വരും. ആ ഇളകാതെ നിൽക്കുന്നതിനെ കാണുന്നതാണ് ധ്യാനം. അതിനു മുമ്പ് ചെയ്യണമൊക്കെ ധാരണയാണ്. ഇവിടെ മുഴുവനും ധാരണയാണ്. അമ്മ എങ്ങനെയൊക്കെ ധ്യാനിക്കുക. അതുകൊണ്ട് 4 ധ്യാന ശ്ലോകമാണ്. ആ ധ്യാന ശ്ലോകം നിന്ന് ചെല്ലുമ്പോൾ നമുക്ക് ധ്യാന ശ്ലോകം ചൊല്ലി അമ്മ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, അമ്മ ഇവിടെ ഉണ്ടാവും, അമ്മ അനുഗ്രഹിക്കുമായിരിക്കും, ഇത്രയൊക്കെ നമുക്കുള്ളൂ. അത് പോരാ. ഇതങ്ങനെ ചെല്ലുമ്പോ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ എന്ന് പറയുമ്പോ ആ താമരപ്പൂവിന്റെ മനോഹാരിതയോടെ മൃദുലമായ മാർദ്ദവമായിട്ടുള്ള, ഇനിയും വരുന്നുണ്ട് ഭാഗത്തെ കുറിച്ച്, അത് മുഴുവനാകുമ്പോഴേ പാദം പൂർത്തിയാവും. അത്ര ജ്വലിക്കുന്ന, അത്ര വെണ്മയുള്ള, അത്ര ശോഭിക്കുന്ന നഖങ്ങളുടെ ആ പാദം ഇങ്ങനെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കാണാൻ സാധിച്ചാലേ പ്രയോജനമുണ്ട്. അല്ലെങ്കിൽ അക്ഷരത്തെറ്റ് കൂടാതെ കൃത്യമായിട്ട് ചൊല്ലുക, മന്ത്രസ്പന്ദനം കൊണ്ട് മനസ്സങ്ങനെ അടങ്ങി കാണാൻ പറ്റും. ഒരു കാര്യം മാത്രം പറയാം, ഇതൊന്നും ഇല്ലാത്തതല്ല, നമുക്ക് മായ കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. ശക്തമായ പ്രേമത്തോടെ ഭക്തിയോടെ ഇതിനെ അങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ച് വിളിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ കാണുന്നത് പോലെ തന്നെ അമ്മയെ മുമ്പിൽ കാണാൻ പറ്റും. അത്രയും കാരുണ്യവതിയാണ് അമ്മ. ചിത്തേ കൃപ സമരദിഷ്പുരതാച ദൃഷ്ട. ഉള്ളിന് മുഴുവൻ കൃപയാണ്, പക്ഷെ പുറത്തൊക്കെ സമരാണ്. ലോകത്തിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള ദേവി ഏതാന്ന് വെച്ചാൽ കാളി എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ഈ വരച്ചു കൂട്ടിയതൊക്കെ നമ്മുടെ ഉള്ളില്. ആ ഒരു ഭാവത്തിൽ അമ്മയുടെ പാദം വരെ എത്തി. ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പൊ അമ്മയുടെ മുട്ടോ അല്ലെങ്കിൽ തൊടയുടെ ഭാഗമോ വയറിന്റെ ഭാഗമോ നെഞ്ചോ കൈകളോ മുഖോ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ആ ഇനി പറയുന്നുണ്ട്, പാദസരമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 പാദങ്ങൾ മാത്രം കണ്ണടച്ചാൽ ഒരു വ്യക്തിയുടെ പാദം, ഒരു ഭാര്യയുടെ, ഭർത്താവിന്റെ, മക്കളുടെയൊക്കെ ഒരു പാദം ഒന്ന് മനസ്സിൽ ഓർക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളോട്ട് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. അതുപോലെ അതിലും സ്ഫുടമായിട്ട് കണ്ണടച്ചാൽ അമ്മയുടെ പാദം കാണാറാവണം. അപ്പോ ഈ മാർദ്ദവത്വവും ഈ നിര്യാണി ഗൂഢമായ ഗുൽഭവും കൂർമ്മപുഷ്ടവും അതൊക്കെ അമ്മ ഇങ്ങനെ കാണിച്ചു തരും, അനുഭവം കൊണ്ട് പറയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആവട്ടെ. ഈ മന്ത്രങ്ങൾ വെറുതെ ചൊല്ലാതെ അക്ഷരശുദ്ധിയോടുകൂടി അത്യാവശ്യം അർത്ഥം അറിഞ്ഞു ചൊല്ല. അതിലും ഉപരിയായിട്ട് അമ്മയെ ഈ വർണ്ണിച്ച ഇതെല്ലാം ഇനി കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ സൂക്ഷ്മതലത്തിലേക്ക് പോകും. ഇങ്ങനെ ഒരു ഇടതടവില്ലാതെ ഇങ്ങനെ കിരീടം ഇങ്ങനെ കാണാതെ ഒരാൾ മുമ്പിൽ വരുന്ന എങ്ങനെ നമ്മൾ കാണാം, മൊത്തത്തിലാണ് കാണുക, അല്ലെ?
എന്നിട്ട് പ്രത്യേകം ചില ഭാഗങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ എന്താ മുഖത്തെന്ത് പറ്റിയാലും കയ്യിനെന്ത് പറ്റിയാലും കാലിന് നമ്മൾ ചോദിക്കുന്ന പോലെ ആവണം. അങ്ങനെ അമ്മ രണ്ട് കണ്ണും കൊണ്ട് നോക്കുമ്പോ മുമ്പില് വന്ന് ഇരുന്ന് അല്ലെങ്കിൽ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണണം. ഇല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്ത് ശക്തിയാണ് അവിടെ? അമ്മ എപ്പോഴും ഉണ്ട്, പക്ഷെ നമ്മൾ മൂടിയിരിക്കുകയാണ്. അത് നമ്മുടെ പല പല ചിന്തകളെ കൊണ്ടാണ്. അതൊക്കെ മാറാൻ ഉറക്കെ 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 ലളിതാ സഹസ്രനാമം മുഴുവനും സാധാരണ ചൊല്ലുക, ശരിക്ക് ചൊല്ലുക, മറ്റെല്ലാം മറന്ന് അവസാനത്തം ജഗു എന്ന് അവസാനിക്കുന്ന അത് കഴിഞ്ഞാൽ ധ്യാന ശ്ലോകവും ഛന്ദസ്സും കൂടെ ചൊല്ലിയിട്ട് അതിന്റെ വൈബ്രേഷനിൽ ഇരുന്നു കൊണ്ട് ആദ്യം ധ്യാന ശ്ലോകം ഛന്ദസ്സൊക്കെ തൊട്ട് ധ്യാന ശ്ലോകം ചൊല്ലി വന്ന് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ഇങ്ങനെ ഭക്തിയോടെ ഉറക്കെ വൈഖരിയാണത് ചൊല്ലി 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 ഇങ്ങനെ അവസാനം അയോനിലയ കൂടസ്ഥ കുളരൂപണി എന്നൊക്കെ പറഞ്ഞ് വന്ന് ശ്രീ ലളിത ഏവം ശ്രീ ലളിതാ ദേവ്യാ നാം സാഹസ്രകം ജഗോ എന്നിട്ട് അങ്ങ് നിർത്താം. എന്നിട്ട് കണ്ണടച്ച് ഇരുന്ന് നോക്കാം. അപ്പൊ മനസ്സിലാവും മനസ്സിന്റെ സന്തോഷം, ശുഭത്വം, ധ്യാനിക്കാനുള്ള ശക്തിയൊക്കെ മനസ്സിലാവും. അതൊക്കെ ഉണ്ടാവട്ടെ. വെറുതെ പഠിക്കല്ലേ. ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട്. തന്ത്രിമാരായിട്ടുള്ള ഉത്തമരായ ബ്രാഹ്മണ കുലത്തിൽപ്പെടുന്ന നമ്മളെല്ലാം ഭക്തി നഷ്ടപ്പെടുത്തി. നമുക്കൊക്കെ തന്ത്രം അറിയാം, ക്രിയകൾ അറിയാം, ചടങ്ങുകൾ അറിയാം, പക്ഷെ നമുക്ക് നാണമാണ് ഭക്തി പ്രകടിപ്പിക്കാൻ. പൂജലിനെ പോലെ ആവാൻ പറ്റുന്നില്ല, ചൈതന്യ മഹാപ്രഭുവിനെ ആവാൻ പറ്റുന്നില്ല, പൂതാനത്തെ പോലെ ആവാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്കൊക്കെ ഈഗോയോ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് നാണക്കേടാണ്. നാണം വിട്ടും ജപിക്കണം എന്നൊക്കെ പറയും നമ്മൾ പ്രഭാഷണത്തിൽ. അപ്പൊ എല്ലാം അങ്ങനെയൊക്കെ വരാൻ ഈ ജപം നമുക്ക് മന്ത്രത്തിന്റെ രീതിയിലും അർത്ഥസ്മരണ കൊണ്ടും നമ്മുടെ ഭക്തി കൊണ്ടും സമർപ്പണം കൊണ്ടും ഒക്കെ ആയിത്തീരട്ടെ. ഈ പറയുന്നതെല്ലാം അമ്മ ഇങ്ങനെ നേരിട്ട് അടുത്ത് ഇരുന്ന് കണ്ട് അമ്മയുടെ പാദം തലോടി കൊടുക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും വരട്ടെ. അടുത്ത മന്ത്രവും അതിന്റെ അർത്ഥങ്ങളൊക്കെ അടുത്ത ദിവസം ചിന്തിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. 10 മണിയായി. ഞാനിന്ന് പറഞ്ഞത് മനസ്സിലായോ എന്ന് പോലും അറിയില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ വന്നതെല്ലാം ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് നിർത്താം. നമസ്തേ ആചാര്യ. ഈ 44-ാമത്തെ നാമത്തില് സഞ്ചന്നം എന്നും വേറൊരു ബുക്കിൽ സഞ്ചന്നെന്നും കണ്ടിട്ടുണ്ട്. ഈ പഞ്ചസാരയുടെ ഇഞ്ച അല്ല, സഞ്ചന്നല്ല, സഞ്ചന്നമാണ്. ചി പ്ലസ് ഛ അല്ലേ? അത് ച ഇല്ലെങ്കിലും കുഴപ്പമില്ല. സം കഴിഞ്ഞിട്ട് സം കഴിഞ്ഞ പിന്നെ മറ്റു വന്നാൽ ചാച്ച വേണ്ട. അത് അത് അച്ഛൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതല്ല, ഛന്നമാണ്. ഛന്നപാപം എന്ന് കേട്ടിട്ടില്ലേ? ഛന്നപാപം, ഇത് പാപത്തെ നശിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇത് സമ്യക്കാകും വണ്ണം ഛന്നമായത് സംഛന്നം. ഓക്കെ 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 ആചാര്യ, താങ്ക് യു. പറയട്ടാ. നമസ്കാരം. നമുക്ക് ഇന്നത്തെ നിർത്താം. ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ അക്ഷരസ്ഫുടതയോടുകൂടി എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക. ചൊല്ലി നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും.